ഈ സന്ധ്യയിലെ ധ്യാനത്തിന് ആഗ്രഹിക്കുന്ന വേദഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവൻ അവനോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവൻ അവനോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. നമുക്ക് ഒരു നിമിഷം കൂടെ തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. ബാറക്കുമോ സ്നേഹവാനായ ദൈവമേ, ഒരിക്കൽ കൂടെ ഈ തന്ന അവസരത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. പകലന്തിയോളം കരുതിയല്ലോ. പാദപീഠം അണഞ്ഞിരിക്കുന്ന അടിയങ്ങൾ മനസ്സലിയണമേ. വചനം നിൻ്റെ കൃപയാകുന്നു, ദാനമാകുന്നു. പരിശുദ്ധാത്മാവിൽ അത് സ്വീകരിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ, കേവലം ചടങ്ങായിട്ടല്ല, ഹൃദയപൂർവ്വം ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഇടയാക്കണമേ. ഈ ശുശ്രൂഷയെ ഭാഗമാക്കാകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, നിൻ്റെ വചനത്തിൻ്റെ സ്വാധീനം ഞങ്ങളിലേക്ക് പകരണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. സ്ഥിരം കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു വാചകമാണ് സമാധാനത്തോടെ പോയിക്കൊള്ളുക. നമുക്കൊക്കെ ഏറ്റവും താല്പര്യം അത് കേൾക്കുന്നതാണ്. പള്ളിയിൽ ചെന്ന പ്രാർത്ഥനയുടെ അവസാനത്തിൽ കേൾക്കുന്നതാണ് സമാധാനത്തോടെ പോയിക്കൊള്ളുക. അത് പറയുമ്പോഴും വരുന്ന ആളുകളുണ്ട് ഇത് കേൾക്കാൻ വേണ്ടി തന്നെ. അതൊരു വലിയ കാര്യമാണ്. വന്നല്ലോ. ഞങ്ങളച്ഛന്മാരൊക്കെ പലപ്പോഴും വന്നവരുടെ മാനസികാവസ്ഥ അറിയാതെ നിങ്ങളെ ഉപദേശിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. വന്നല്ലോ എന്നുള്ള ചിന്തയിലാണ് അവരെത്തുക. ഇപ്പോൾ അച്ഛൻ കയറിയിരിക്കാൻ പറഞ്ഞപ്പോഴും ഞാനങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഈ വന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിനകത്ത് പിന്നെ നേരത്തെ വരുന്ന, ആദ്യം വരുന്ന, തുടങ്ങുമ്പം വരുന്ന ഇങ്ങനെ ചില വിഷയങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്. എന്നിരുന്നാലും വന്നല്ലോ. അപ്പോൾ ഈ വന്നയാളിനോട് പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഞാൻ പറയുകയാണ്, എപ്പോഴാണ് വന്നേ? സമാധാനത്തോടെ. അടുത്ത ആഴ്ച അതുകൊണ്ടാവില്ല. അതുകൊണ്ട് വന്നത് വലിയൊരു കാര്യം എന്ന് വിചാരിച്ചാണ് ഇപ്പോഴത്തെ സ്വാഗതങ്ങൾ. സഹോദരങ്ങളെയും സമാധാനത്തോടെ പോയിക്കൊള്ളുക. ആരാധനയിൽ എത്ര പ്രാവശ്യം സമാധാനം കേൾക്ക്. ആരാധനയുടെ അവസാനം സമാധാനത്തോടെ പോകാനും പറയുക. എന്തൊരു അർത്ഥപൂർണമായ ഒരു വാചകമാണ്. ഇവിടെ കിടന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത്, സമാധാനത്തോടെ പൊക്കോണം. ഇത്രയും നേരം മര്യാദയ്ക്ക് നിന്നവർ അവരോട് പ്രത്യേകിച്ച് സമാധാനത്തോടെ പോകണമെന്ന് പറയേണ്ട കാര്യമില്ല. അവർ ഇത്രയും നേരം സമാധാനത്തോടെ ഇവിടെ നിന്ന്. എന്നാലും സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇത് ഈ അടിയും പിടിയുണ്ടാക്കുന്ന സമാധാനത്തിൻ്റെ, അസമാധാനത്തിൻ്റെ കാര്യം മാത്രമല്ല, ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ സമാധാനം കൊണ്ടുപോകണം, ഇട്ടേച്ചു പോകരുതെന്നാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ആമുഖത്തിൽ ഇങ്ങനെ വിത്ത് വിതയ്ക്കുന്ന കാര്യമാണ്. ഈ വിത്ത് വിത ഒത്തിരി ചിന്തിപ്പിക്കുന്നൊരു വിഷയമാണ്. ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. വിതച്ചവൻ്റെ കുഴപ്പമാണ് പാറപ്പുറത്ത് വീണേ, വിത്തിൻ്റെ കുഴപ്പമല്ലല്ലോ. വഴി വീണതും വിതച്ചവൻ്റെ കുഴപ്പമാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പോൾ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിത്ത് നല്ല നിലത്താണ്. വഴിയിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇത് വഴിയരികി വീഴും. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പാറപ്പുറത്ത് വീഴും. നാളെ ഓഫീസിൽ ചെല്ലുമ്പം ഇത് മുള്ളിനിടെ വീഴും എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെല്ലാം കൂടെ വന്നെങ്കിൽ ഞെരുക്കുമെന്ന് പറയും. നേരെ തലതിരിഞ്ഞാണ് ഇതിൻ്റെ പ്രയോഗം. തുടക്കത്തിൽ നല്ല നിലത്ത്, പിന്നീട് വഴിയരികിൽ, പിന്നെ പാറപ്പുറത്ത്, പിന്നെ മുള്ളിനിടയിൽ, അങ്ങനെ പോവുകയാണ്. നല്ല നിലത്ത് വീണ് കിട്ടിയ നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കുത്താറില്ലേ? നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യാറില്ലേ? എന്നിട്ട് നിങ്ങൾ പറയുന്നല്ലോ എന്തൊരു ഗംഭീര പ്രസംഗമായിരുന്നു. പ്രസംഗത്തിൻ്റെ മനോഹരത്വമല്ല, നമ്മളെ തൊട്ടു എന്നുള്ളതാണ്. പക്ഷേ ഈ തൊട്ട അച്ഛനെയും നമ്മളറിയത്തില്ല, തൊട്ട വചനവും നമ്മളറിയത്തില്ല കുറേ കഴിയുമ്പോൾ. അങ്ങനെയാണ് ഈ നല്ല നിലത്തിൽ നിന്ന് വഴിയരികിലേക്കും പാറപ്പുറത്തേക്കും മുള്ളിനിടയിലേക്കും പോവുകയാണ്. അവസാനം ഒന്നുമില്ലാതായി പോകുക. സഹോദരങ്ങളെ, ഇവിടെ സമാധാനവുമായിട്ട് നിങ്ങൾ പ്രാപിച്ച സമാധാനവുമായിട്ട് പോകാനാ ആരാധനയുടെ അവസാനത്തിൽ പറയാം. കൊണ്ടുപോയിക്കൊള്ളുക, അതുമായിട്ട് ചേർന്ന് പോവുക. ഇതൊരു യാത്രയുടെ അന്ത്യമാണ്. ആരാധന അങ്ങനെയാണ്, ഒരു യാത്രയുടെ അന്ത്യം. തലേ ദിവസം മുതൽ ഒരുങ്ങി ഇങ്ങനെ യാത്ര ചെയ്ത് ഒരുങ്ങി രാവിലെ പള്ളിയിൽ വന്നിട്ട് വളരെ കൃത്യതയോടെ ആരാധനയെ സംബന്ധിച്ച് മടങ്ങുന്ന ആളോട് പറയുക, സമാധാനത്തോടെ പോയിക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു മനുഷ്യൻ കേൾക്കുകയാണ്, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഞാനൊരു അസൈൻമെൻറ്റ് പോലെ നിങ്ങളോട് പറയുക, വേദപുസ്തകം പഠിക്കാൻ താല്പര്യമുള്ളവരോട്.
കർത്താവ് എത്ര പേരോടാണ് പറയുന്നത് സമാധാനത്തോടെ പോയിക്കൊള്ളുക? ഇവിടെ വെച്ച് പറയണ്ട, ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് എനിക്കറിയാൻ മേലാത്തതുണ്ടാവും. സമാധാനത്തോടെ പോയിക്കൊള്ളുക എന്ന് എത്രയോ ആളുകളോട് കർത്താവ് പറഞ്ഞു. ആ ആളുകളെയൊക്കെ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്തുകൊണ്ടാണ് അവരോടത് പറഞ്ഞതെന്ന് ആലോചിക്കണം. അവിടെയാണ് സമാധാനത്തിൻ്റെ കാരണം നമ്മൾ കണ്ടെത്തുന്നത്. എങ്ങനെയാണ് സമാധാനം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് സമാധാനത്തോടെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ഓരോ ആളുകളും എങ്ങനെ അത് സ്വന്തമാക്കി, ആ വഴിയിലേക്ക് നമ്മൾ വരുമ്പോഴും നമുക്ക് സമാധാനം കിട്ടും. ഇവിടെ ഒരു മനുഷ്യൻ അവൻ്റെ യാത്രയുടെ അന്ത്യത്തിൽ കേൾക്കുന്ന വചനമാണ്, സമാധാനത്തോടെ പോയിക്കോ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം ഒരു സൗഖ്യം തേടിയുള്ള പ്രയാണത്തെക്കുറിച്ചാണ് പറയുക. രോഗിയായൊരു മനുഷ്യൻ സൗഖ്യം തേടി യാത്ര ചെയ്യുക. ഈ നോമ്പ് മുഴുവൻ അങ്ങനെയാണ്, സൗഖ്യം തേടിയുള്ള യാത്രയാണ്. കഴിഞ്ഞ ആഴ്ച തുടങ്ങി കാനാവിലെ വെള്ളം വീഞ്ഞാക്കി മാറ്റി, രൂപാന്തരത്തിൽ തുടങ്ങി ലാസറിൻ്റെ ഉയർപ്പ് വരെ പോകുന്നതാണ് നോയമ്പിലെ അത്ഭുത പ്രവൃത്തികൾ. അതിലേറ്റവും കൂടുതൽ മുന്തി നിൽക്കുന്നത് സൗഖ്യദാന ശുശ്രൂഷ. സൗഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയാണ്. നോമ്പിൻ്റെ ലക്ഷ്യം അതാണ്. മുടന്തിനെയൊക്കെ ഒന്ന് നേരെയാക്കുക, ചൊവ്വാക്കുക, സുഖമാക്കുക, കൊള്ളാവുന്നതാക്കുക. അങ്ങനെ വരുമ്പോൾ സൗഖ്യം രോഗത്തിന് മാത്രമല്ല, സ്വഭാവത്തിനും വേണം. രൂപാന്തരമെന്ന് പറയുന്നത് സ്വഭാവത്തെ, പ്രധാനമായും സ്വഭാവത്തെ ആശ്രയിച്ചാണ്. ഒരു മനുഷ്യൻ സൗഖ്യം തേടി ഇറങ്ങുകയാണ്. ആരാണ് ആ മനുഷ്യന് നിങ്ങൾക്കറിയാം. ഇത് ഞാൻ അറിയാൻ വരാത്ത കാര്യമൊന്നുമല്ല. ഈ സംഭവം പറയുന്ന കൂട്ടത്തിൽ ചില ആശയങ്ങളൊന്ന് പറഞ്ഞു പോകാം എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ഒരു സൈന്യാധിപൻ, 6-ാം സൈന്യത്തിൻ്റെ അധിപനായിരിക്കുന്ന നയമാനാണ് ഇവിടുത്തെ കഥാപാത്രം. നയമാനെക്കുറിച്ച് പറയുന്നത്, അവൻ രാജ്യത്തിൻ്റെ ചുമതല ഏറ്റുകഴിഞ്ഞപ്പോൾ ഏത് യുദ്ധത്തിന് പോയാലും രാജ്യം വിജയിക്കുക. നയമാൻ മുഖാന്തരം 6-ാം സൈന്യത്തിന് കിട്ടിയ വിജയം, അത് രാജാവ് അവനെ മുക്തം കണ്ടും പ്രശംസിക്കുന്നതിന് പാത്രമായി തീർന്നു. ചില ആളുകൾ അങ്ങനെയാണ്. ചില സ്ഥാനത്തേക്ക് അവർ വന്നു കഴിയുമ്പം ആകെ ഒരു മാറ്റമാണ്. ചില ആളുകൾ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് നമ്മൾ പറയും. TN ശേഷൻ കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതിനെന്താ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തൊരു പരാക്രമമായിരുന്നു, എന്തൊരു തോന്നിവാസമായിരുന്നു, എന്തൊരു അതിക്രമമായിരുന്നു. ഇലക്ഷൻ്റെ പേരിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത്, കറുത്തത് വെളുപ്പിക്കുകയും ഏത് തരത്തിലും പണസമ്പാദനത്തിൻ്റെ മാർഗം കണ്ടെത്തുകയും ചെയ്തിരുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെയെല്ലാം ചുരുട്ടിക്കെട്ടി അവസാനം അദ്ദേഹത്തെ കസേരയിലിരുത്തിയ പാർട്ടി അദ്ദേഹത്തെ ഒന്ന് ഇറക്കി വിടാൻ പെട്ട പാട്. അത് നടന്നില്ല. സനത് 3 മാറ്റി. ഒരാളിരുന്നാൽ കുഴപ്പമാണ്. അതുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ 2 പേരെയും കൂടെ കയറ്റിയാണ് ആ സംവിധാനത്തെ ഒന്ന് അല്പമെങ്കിലും മയപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. ചില ആളുകൾ ആ സ്ഥാനത്ത് വരുമ്പോൾ ആ സ്ഥാനത്തിൻ്റെ സവിശേഷത ശ്രദ്ധിക്കപ്പെടുകയാണ്. വിജയത്തിലേക്ക് കൂടെ നിൽക്കുന്നവരെ, തൻ്റെ ഒപ്പമുള്ള ആളുകളെ വിജയത്തിലേക്ക് കൊണ്ടുവരിക. അവരതുവരെ കണ്ടിട്ടില്ലാത്ത വിജയത്തിൻ്റെ അനുഭൂതിയിലേക്ക് അവരെ എത്തിക്കുക. ഞങ്ങളുടെയൊക്കെ ചുമതല അതാണ്. ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ലീഡർഷിപ്പ്, അത് ഏത് തലത്തിൽ, ഒരു അപ്പൻ്റെ ചുമതല അതാണ്. അതുവരെ ആസ്വദിച്ചിട്ടില്ലാത്ത വിജയത്തിൻ്റെ തലങ്ങളിലേക്ക് ഒരാളെ, അല്ല തൻ്റെ കൂടെയുള്ളവരെ എത്തിക്കുക എന്നുള്ള ചുമതലയാണ് ഒരു ലീഡറിൻ്റേത്. അത് അധ്യാപകനായാലും അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഇവൻ ചുമതലയേറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നിനൊന്ന് വിജയമാണ്. വിജയം എന്ന് പറയുന്നത് ഒരിക്കലും നയമാൻ്റെ കഴിവെന്ന് പറയാനോ അവൻ്റെ യുദ്ധാഭ്യാസമോ അവൻ്റെ സ്വയം സിദ്ധമായ കരുത്തൊന്നുമല്ല. സൈന്യത്തിലുള്ള ആളുകളെ ചേർത്ത് നിർത്തുന്നതിനുള്ള കഴിവാണ് ഒരു ലീഡറുടെ കഴിവതാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ, ഓരോരുത്തരുടെയും കഴിവ്, താലന്തുകൾ മനസ്സിലാക്കി ഉപയോഗിക്കുവാൻ കഴിയുക. നമുക്കൊക്കെ ചിലപ്പോൾ കിട്ടിയ നേട്ടം അതാണ്. നമ്മുടെ ലീഡർമാർ കണ്ടെത്തി നമ്മുടെ കഴിവെന്താണെന്ന്. ചിലർക്കൊക്കെ പറ്റിയ കുഴപ്പം അതാണ്, ആരും കണ്ടെത്തിയില്ല. വളരെ വൈകിപ്പോയി അവനവനിലെ താലന്തുകളും കഴിവുകളും സാധ്യതകളും കണ്ടെത്താൻ. പ്രിയമുള്ളവരെ, ഈ നയമാൻ തൻ്റെ സൈന്യത്തെ ഒരുമിച്ച് നിർത്തി യുദ്ധം ചെയ്യുകയാണ്.
വേദപുസ്തകത്തിൽ പറയുന്ന വിവിധങ്ങളായ യുദ്ധങ്ങളുണ്ട്. അതിൽ ഓരോരുത്തരും പുലർത്തുന്ന മനോഭാവമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മോശ യോശുവയുടെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ മോശ കൈ ഉയർത്തി നിൽക്കുന്നതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. അതേസമയത്ത് തന്നെ യുദ്ധക്കളത്തിലേക്ക് ഊരിയാവിനെ പറഞ്ഞു വിട്ടിട്ട് മുമ്പിൽ അവനെ നിർത്തിയിട്ട് പുറകോട്ട് മാറാൻ പറയുന്ന ദാവീദിനെ നമുക്ക് പരിചയമുണ്ട്. ഓരോ തരത്തിലാണ് നേതൃത്വം നൽകുന്ന ആളുകളുടെ മനോഭാവം ഓരോ വിധത്തിലാണ്. ഇവൻ ആ സൈന്യത്തെ ഒരുമിച്ച് ചേർത്ത് യുദ്ധത്തിൽ അണിനിരത്തി വിജയം വരിക്കുകയാണ്. നമ്മളൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന നേതൃസ്ഥാനത്ത് ഇവിടെ ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും അല്ല, പ്രായമുള്ളവരാണ് കൂടുതൽ, മുതിർന്നവരാണ്. നമ്മളൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന നേതൃസ്ഥാനത്തൊരു വിജയമാണോ? വിജയമല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഒരുമിച്ച് നിർത്താൻ കഴിയുന്നില്ല. അവിടെയാണ് നമ്മളൊരു പരാജയമായിട്ട് മാറുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യുദ്ധത്തിൽ സൈന്യത്തെ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രശസ്തി, അനുമോദനങ്ങൾ, അഭിനന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ആരെങ്കിലും നമ്മളെ ഒന്ന് അനുമോദിക്കുക. ഏത് ഭാഷയിലായാലും നമുക്ക് ഏറ്റവും താല്പര്യം കേൾക്കാൻ നമ്മുടെ പേരാണ്. ഏത് ഭാഷ വേണമെങ്കിലും വിളിച്ചു, എൻ്റെ പേര് വിളിച്ചാൽ അന്നേരെ ഞാനൊന്ന് അനങ്ങുകയാണ്. ഞാൻ വിചാരിക്കാത്ത ഒരു എനർജി എന്നിലേക്ക് വരികയാണ്. സഹോദരങ്ങളെ, പ്രശംസകളും അനുമോദനങ്ങളുമൊക്കെ നമ്മളെ ഏറെ സ്വാധീനിക്കാറുണ്ട്. പക്ഷെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമുണ്ട്. എനിക്കായി കണികൾ മറച്ചു വെച്ചിട്ടുള്ള, അതെ, 1, 2, 3 ആയി കഴിയുമ്പോൾ, ചില പ്രശംസകളിൽ മുതിർന്നു കഴിയുമ്പോൾ പിന്നെ താഴേക്ക് പോകാൻ നമ്മളാരും തയ്യാറല്ല. സൺഡേ സ്കൂളിൽ കുട്ടികളോട് ചോദിച്ചു, ഏണി എന്തിനുള്ളതാണ്? എന്തിനുള്ള? ഇവിടെ ഏണിയില്ലേ? കയറാനുള്ളതാണ്. അടുത്ത ചോദ്യം, അപ്പം ഇറങ്ങാനോ? അതിനും ഇത് തന്നെ ഏണി. അതുകൊണ്ടാണ് യാക്കോബ് സ്വപ്നം കണ്ടപ്പോൾ പറഞ്ഞത്, ദൈവദൂതന്മാർ കയറാനും ഇറങ്ങാനും ഉള്ളതാണ്. നമ്മുടെ വിചാരം കയറാനുള്ളത്, ഇനി ഏണി മാറ്റിക്കുമെന്നാണ് പറയുന്നത്. ഒരിക്കലും ഇറങ്ങത്തില്ല. ഏത് സ്ഥാനത്ത് വന്നാലും, ഏത് ഔന്നത്യത്തിൽ വന്നാലും കയറുമ്പോൾ സൂക്ഷിച്ചോണം. ഇറങ്ങേണ്ടതാണ്, ഇറങ്ങാനുള്ളതാണ്. ഓരോ ചുവടും മേളിലോട്ട് വെക്കുന്നവൻ ഇറങ്ങേണ്ടി വരുമെന്നുള്ള ചിന്തയിൽ വേണം മേളിലോട്ട് പോകാൻ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെ നേതൃത്വം വിജയത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നുണ്ടോന്ന്. ഈ മനുഷ്യൻ അഭിനന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഇങ്ങനെ പോവുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക വാക്യമുണ്ട്, അവൻ പരാക്രമശാലിയായിരുന്നു, പക്ഷേ കുഷ്ഠരോഗിയായിരുന്നു. പഴയ നിയമത്തിൽ ഏറ്റവും ശോചനീയമായൊരവസ്ഥയാണ് കുഷ്ഠരോഗം. ആളുകൾ മാറ്റി നിർത്തുന്ന രോഗമാണ്. കോവിഡ് പോലെയാണ്. വന്നാൽ പിന്നെ ഏറിയാലെടുപ്പിക്കത്തില്ല. ക്വാറന്റൈൻ, ഐസൊലേഷൻ, ഇതൊക്കെ പഴയ നിയമത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പഴയ നിയമത്തിലാണ് ക്വാറന്റൈൻ തുടങ്ങിയത്. അത് തുടങ്ങിയത് ഈ രോഗത്തിൻ്റെ പേരിലാണ്, കോവിഡിൻ്റെ പേര്, കുഷ്ഠരോഗത്തിൻ്റെ പേര്. ഇസ്രായേൽക്കാർ യാത്ര ചെയ്യുമ്പോൾ ആർക്കെങ്കിലും കുഷ്ഠരോഗം വന്നാൽ ആൾതാമസം ഇല്ലാത്ത സ്ഥലത്തേക്ക് അവരെ മാറ്റും. ഒറ്റയ്ക്ക് താമസിക്കണം, ടെൻറ്റിൽ, അവർ ചെറിയ കൂടാരത്തിനകത്ത്. എത്ര ഭയങ്കരമാണ്! അതുമാത്രമല്ല, അവരെ അവിടെ താമസിപ്പിച്ചിട്ട് ഇവർ യാത്ര ഇവിടെ നിർത്തിവെക്കും. അവർ ശുദ്ധി വന്ന് കൂടാരത്തിൽ നിന്ന് തങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർന്നെങ്കിൽ മാത്രമേ അവർ യാത്ര മുന്നോട്ട് പോകുള്ളൂ. മിരിയാമിൻ്റെ കഥ നമുക്കറിയാം, മോശയുടെ പെങ്ങളെക്കുറിച്ച്. അപ്പോൾ കുഷ്ഠരോഗം അറയ്ക്കുന്നതും വെറുക്കുന്നതും ആളുകളെ മാറ്റി നിർത്തുന്നതുമായ അസുഖമാണ്. ഈ അസുഖം പേറിയാണ് ഇവൻ പോവുക. ജീവിതം അങ്ങനെയാണ്. അവൻ്റെ രോഗം ഒരു സന്തത സഹചാരിയായിട്ട് ഇങ്ങനെ കൂടെയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച്, എത്ര അഭിനന്ദനം കിട്ടിയാലും നയമാൻ എന്തുണ്ടാവില്ല? സന്തോഷം ഉണ്ടാകത്തില്ല. കാരണം ഇങ്ങനെ ഒരു മാനസിക വ്യഥ അവൻ്റെ കൂടെ നിൽക്കുക. പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നത്തിൽ അവൻ അകപ്പെട്ടിരിക്കുക. അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് അഭിനന്ദനമാണ് സമാധാനം നൽകുക? എന്ത് അനുമോദനങ്ങളാണ് അവൻ ആശ്വസിപ്പിക്കുക? ദുഃഖം പേറി യാത്ര ചെയ്യുന്നവന് അതൊന്നും സ്വാധീനിക്കത്തില്ല. പുറമേയുള്ള ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊന്നും സ്വാധീനിക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും മനസ്സ് തകർന്ന എന്തെങ്കിലും ആശങ്കകളിൽപ്പെട്ട് കഴിയുന്നവരാണെങ്കിൽ, ഞാനൊരു തമാശ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കത്തില്ല. ഞങ്ങളുടെ ഗ്യാസ് പോകുന്ന അവിടെയാണ്. എല്ലാവരും ഒക്കെ പറയുന്നതിനോട് പ്രതികരിക്കുന്നു എന്നറിയുന്നത് അങ്ങനെയാണ്.
അത് നിങ്ങളുടെ കുഴപ്പമല്ല, പറയുന്നയാളുടെ കുഴപ്പമുണ്ട്. നമ്മുടെയൊക്കെ മാനസികാവസ്ഥയാണ്. എങ്ങനെ ചിരിക്കാനൊക്കും? ഉള്ളിൽ തീവ്രമായ കഠിനമായ ദുഃഖവും പേറി വരുന്നവൻ എങ്ങനെ ഉള്ളു തുറന്ന് ഈ ഒരു സന്തോഷത്തിൻ്റെ സാഹചര്യത്തെ ആസ്വദിക്കാനൊക്കും? എത്ര തമാശാണെങ്കിൽ. നഹ്മാൻ അങ്ങനെ വിജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് പോകുമ്പോൾ, അഭിനന്ദനങ്ങളിൽ നിന്ന് അഭിനന്ദനങ്ങളിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന തീവ്രമായ ദുഃഖം അവൻ്റെ രോഗത്തെക്കുറിച്ചുള്ളതാണ്. സഹോദരങ്ങളെ, ദൈവം അങ്ങനെയാണ്. നമ്മൾ ചിലപ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടി പറയും, എല്ലാം കൂടെ അങ്ങോട്ട് കൊടുക്കത്തില്ല. അങ്ങനൊന്നുമല്ല. ചില കാരണങ്ങൾ നമുക്ക് കണ്ടെത്താം. ഇങ്ങനെയൊക്കെ വരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഈ യഹൂദന്മാരുടെ ഒരു സ്വഭാവമാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും കാരണം അന്വേഷിച്ച് പോകും. കുരുടനെ കണ്ട ഉടനെ ചോദിച്ചു, ആരാ കാരണം? ഇവനോ ഇവൻ്റെ? ഇത് അവരുടെ ഒരു പ്രശ്നമാണ്. കർത്താവ് അത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളും അങ്ങനെ കാരണങ്ങളിലേക്കൊരു യാത്രയാണ്. അവൻ്റെ വല്യപ്പൻ ആരാരെന്നറിയാവോ? ഇവിടെ കുഷ്ഠരോഗിയായ നയമാൻ, അവൻ്റെ വിജയങ്ങളൊന്നും അവനെ സ്വാധീനിക്കുന്നില്ല. വിജയങ്ങൾ സന്തോഷം നൽകാൻ കഴിയാത്ത തരത്തിൽ ദുഃഖത്തിനടിപ്പെട്ടു പോയ, രോഗത്തിനടിപ്പെട്ടു പോയ നയമാൻ്റെ കഥ. നയമാൻ തൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ഒരു പെങ്കൊച്ചിൽ നിന്നാണ് എലീശയെക്കുറിച്ച് കേൾക്കുക. എലീശ ഒരു വലിയ പ്രവാചകനാണ്. ആ പ്രവാചകൻ്റെ അടുത്ത് പോയാൽ സൗഖ്യം കിട്ടുമെന്ന് ഈ പെൺകുട്ടിയാണ് നയമാനോട് പറയുക. ഈ പെങ്കൊച്ചെങ്ങനെയാണ് അവൻ്റെ വീട്ടിൽ വന്നത്? അവളെ അടിമയായിട്ട് കൊണ്ടുവന്നതാണ്. അടിമയായിട്ട് കൊണ്ടുവന്ന ഈ പെങ്കൊച്ച് തൻ്റെ അടിമത്വത്തിൻ്റെ കാരണക്കാരൻ നയമാൻ രോഗിയാണെന്നറിയുമ്പോൾ അവളുടെ യജമാനത്തിയുടെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ശമരിയ വരെ ഒന്ന് പോയാൽ മതി, എന്ത് കിട്ടും? സൗഖ്യം കിട്ടും. എന്തൊരു കോൺഫിഡൻസ് ആണ്! എൻ്റെ പള്ളിയിലൊന്ന് പോയി പ്രാർത്ഥിക്കുക. നമ്മൾ വെല്ലോടത്തോട്ടും പറഞ്ഞു വിടുന്നവരല്ലേ. ശമരിയ വരെ യജമാനനൊന്ന് പോയാൽ മതി, സൗഖ്യം കിട്ടും. അത്ഭുതമാണ് തോന്നിയത്. ഈ പെണ്ണിൻ്റെ വിശാലത കണ്ടോ? വലിയ പഠിപ്പൊന്നുമില്ലാത്ത, അടിമത്വത്തിൻ്റെ നെരിപ്പോടിൽ കഷ്ടത അനുഭവിക്കുന്ന ഈ പെണ്ണ് തൻ്റെ കഷ്ടതയുടെ കാരണക്കാരന് സൗഖ്യത്തിൻ്റെ വേദമോതുകയാണ്, സൗഖ്യത്തിൻ്റെ മാർഗമോതി കൊടുക്കുകയാണ്. ഇത്രയൊക്കെ വളർന്നാൽ മതി നമ്മുടെ മനസ്സ്, അല്ലേ? അല്ലെങ്കിലും വളർന്നപ്പോൾ വളരാതെ പോയതാണ് മനസ്സ്. നമ്മൾ വളർന്നപ്പോൾ വളരാതെ പോയ മനസ്സ്, നമ്മൾ ഉയർന്നപ്പോൾ ഉയരാതെ പോയ ഹൃദയം. സഹോദരങ്ങളെ, ഈ പെണ്ണ് സൗഖ്യത്തിൻ്റെ വഴിയിലേക്ക് അവനെ പറഞ്ഞു വിടുക. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നയമാൻ എന്തിനാണ് വേദന കൊടുത്തത്? നയമാൻ്റെ വേദന കൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടായത്? ഞാൻ പറയും, സാധാരണ നമ്മുടെയൊക്കെ ചിന്ത വേദനകൾ വരുന്നത് മേളിലോട്ട് നോക്കാനാണ്. ആരെ? ദൈവത്തെ. എന്നാൽ ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, വേദന മേളിലോട്ട് നോക്കാൻ മാത്രമല്ല, കീഴ്പോട്ടും താഴോട്ടും നോക്കാനുള്ളത്. അല്ലെങ്കിൽ നയമാൻ ഈ പെണ്ണിനെ ശ്രദ്ധിക്കുവോ? ഈ പെണ്ണിൻ്റെ വാക്ക് കേൾക്കുവോ? ഈ പെണ്ണിന് ഗൗരവം കൊടുക്കുവോ? ഈ പെണ്ണിനെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കുവോ? സൈന്യാധിപനായ നയമാൻ അടിമയായി കൊണ്ടുവന്ന് തൻ്റെ വീട്ടിൽ ജോലിക്കാക്കിയിരിക്കുന്ന ഒരു പെണ്ണിന് കാതു കൊടുക്കുകയാണ്. പറഞ്ഞോ, കേൾക്കട്ടെ, എന്നെ പറഞ്ഞേ. വളരെ ഗൗരവത്തോടെ, സാകൂതം ഈ പെണ്ണ് പറയുന്ന വാക്കിനെ കേൾക്കുവാൻ നയമാൻ നിന്നുകൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവനിപ്പോൾ ആർക്കും പരിഹരിക്കാനാവാത്ത കുഷ്ഠരോഗത്തിന് അടിമയാണെന്നുള്ളതാണ്. സഹോദരങ്ങളെ, വേദനകൾ താഴോട്ടുകൂടി നോക്കാനുള്ള അവസരമാണ്. ശ്രദ്ധിക്കാതെ പോയ ആളുകളെ കണ്ടെത്താനുള്ള അവസരമാണ്. മൈൻഡ് ചെയ്യാതെ പോയ, പരിഗണിക്കാതെ പോയ ആളുകളിലേക്ക് മനസ്സ് ചെല്ലാനുള്ള അവസരമാണ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കാണും ഇങ്ങനെയുള്ള ആളുകൾ. തിരക്കിൻ്റെയൊക്കെ മധ്യത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നവർ, ചെറിയവരിലേക്ക് നോക്കാൻ. വേദപുസ്തകം പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. എന്താണ് വാക്യത്തിൻ്റെ അർത്ഥം? അത് രണ്ടുകൂടെ ചേർത്ത് വായിച്ചാൽ ഇങ്ങനെ ഇരിക്കും: എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ആരാ എളിയവൻ? രണ്ടാമത്തെ ഭാഗം ചേർത്തോ, അനർത്ഥത്തിലായിരിക്കുന്നവനാണ് എളിയവൻ. അപ്പോൾ എന്നോട് പറയാണ്, നീ എളിയവനെ, അനർത്ഥത്തിലായിരിക്കുന്നവനെ ആദരിച്ചോ. നീ എളിയവനാകുമ്പോൾ അതല്ലേ അനർത്ഥം. നീ അനർത്ഥത്തിലാകുമ്പോൾ
ആര് നോക്കിക്കൊള്ളും? ദൈവം നോക്കിക്കൊള്ളും. എളിയവരിലേക്ക്, ചെറിയവരിലേക്കുള്ള ശ്രദ്ധ. സഹോദരങ്ങളെ, നമ്മളൊക്കെ തുല്യരായിട്ടുള്ള ആളുകളുമായി ഇടപെടാൻ പ്രയാസമില്ലാത്തവരാണ്. നമുക്ക് മേളിലുള്ളവരെ ആദരിക്കാൻ ഒരുപക്ഷെ മടിയില്ലാത്തവരാണ്. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നത് മറ്റൊരു ശൈലിയാണ്. എളിയവരിലേക്ക് തിരിയുക, ചെറിയവരിലേക്ക്. എന്താണ് ക്രിസ്തു പഠിപ്പിച്ചത്? ആരാണ് ചെറിയവരെന്ന് തേടിയവനാണ്. ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തതെല്ലാം താൻ പണി നിർത്താൻ പോകുമ്പോൾ, വിശുദ്ധ യോഹന്നാൻ 25-ാം അധ്യായത്തിലാണല്ലോ അത് പറയുക. താൻ പണി നിർത്തുമ്പോൾ, യേശു തൻ്റെ പരസ്യ വേല അവസാനിപ്പിക്കുമ്പോൾ, താൻ ചെയ്തു വന്നതെല്ലാം ചെറിയവർക്ക് വേണ്ടിയാണ്. നസ്രയത്തിൽ വെച്ച് പ്രസംഗിച്ചത് അതാണ്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ക്രിസ്തു തൻ്റെ പണി അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് തന്നതായ മുന്നറിയിപ്പാണ്. ഈ ചെറിയവൻ, ഈ ചെറിയവൻ, ഈ ചെറിയവൻ. ചില അകാലത്തിൽ മാതാപിതാക്കളൊക്കെ അറ്റുപോകുമ്പോൾ പറയും, എൻ്റെ മക്കളെ നോക്കിക്കോണം എന്ന് പറയുന്നത് പോലെ ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ആരെ നോക്കണമെന്നാണ് പറഞ്ഞത്? ചെറിയവരെ. ഞാൻ ചെയ്ത പണി തുടരണം എന്ന് പറഞ്ഞാൽ എളിയവരിലേക്ക്, ചെറിയവരിലേക്ക് ശ്രദ്ധ പോകണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഗവനിക്കുന്നത് മേളിലുള്ളവരെയാണ്. അതൊരു ദൈവിക ഭാവമൊന്നുമല്ല. വേണം, മുതിർന്നവരെ ആദരിക്കണം, അതൊരു സാമാന്യതയാണ്. എന്നാൽ എളിയവരിലേക്ക് ശ്രദ്ധ കടന്നു ചെല്ലണമെന്ന് ഓർമ്മിപ്പിക്കുക. ഈ എളിയവരിലേക്ക് ശ്രദ്ധ കടന്നു ചെല്ലുവാൻ ആരോഗ്യമുള്ളപ്പോൾ, സുഖമുള്ളപ്പോൾ, സൗഭാഗ്യമുള്ളപ്പോൾ കഴിയാതെ വരുന്നത്. അതുകൊണ്ട് വേദനകൾ ശ്രദ്ധിക്കാതെ പോയ ഇടങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങൾ ഓർത്തെടുക്കുവാൻ, പഴയകാല ഗതകാല അനുഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ആരെയൊക്കെയാണ് വിട്ടുപോയത് എന്ന് ഓർക്കുവാൻ. അതിനകത്ത് ചിലപ്പോൾ അപ്പനുണ്ടാകും. ഓർക്കുന്നില്ലെന്നല്ല, ഓർക്കേണ്ടതുപോലെ ഓർത്തില്ലെന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ലെന്നുള്ളതാണ്. കരുതേണ്ടതുപോലെ കരുതിയില്ലെന്നുള്ളതാണ്. ചിലപ്പോൾ ഈ എളിയവരെന്ന് പറയുന്ന ഗണത്തിൽ നമ്മെ വലിയവരാക്കിയ പലരുമുണ്ട്. എന്തൊരു വൈരുദ്ധ്യമാണ്! ഞാൻ ഇന്ന് എളിയവനെന്ന് കാണുന്ന ആളുകളിൽ എന്നെ വലിയവരാക്കിയവർ വരെയുണ്ട്. അവരിന്ന് പ്രായമായി രോഗിയോ ക്ഷീണമോ ആകുമ്പോൾ അന്ന് എന്നെ സഹായിച്ചിട്ട് ഇന്ന് ആ നിലയിൽ നിലനിൽക്കുവാൻ കഴിയാതെ വന്നവരായി, എന്നെ ഉയർത്തിവിട്ട, എന്നെ വളർത്തിവിട്ട ആളുകൾ ഇന്ന് എളിയവർ എന്ന രൂപത്തിലും ഭാവത്തിലിരിക്കും. വടികൊണ്ടും നിരങ്ങി നടന്നും ഇരുന്നും ഒക്കെ പോകുന്ന ആളുകൾ. സഹോദരങ്ങളെ, അവരിലേക്ക് കൂടി ശ്രദ്ധ ഊന്നുവാൻ നമ്മുടെ വേദനകൾ സഹായകമാകുന്നുവെന്ന് നയമാൻ ഓർമ്മപ്പെടുത്തുക. എനിക്കിവിടെ തോന്നിയ മറ്റൊരു വൈരുദ്ധ്യം, താൻ അടിമയായി കൊണ്ടുവന്ന പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് ഒരു സൈന്യാധിപൻ യാത്രയ്ക്കിറങ്ങുകയാണ്. അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താ? ഈ പെണ്ണ് പകർന്നു നൽകിയ ആത്മവിശ്വാസം എന്താ? ഈ പെണ്ണ് പകർന്നു കൊടുത്ത പ്രവാചകനെക്കുറിച്ചുള്ള ധാരണ എന്താ? ഇതല്ലേ സുവിശേഷം? ഇതല്ലേ സുവിശേഷത്തിൻ്റെ കൈമാറ്റം? എന്താണ്? അവൾ പ്രായത്തിൽ എത്ര ചെറുതാണ്, സ്ഥാനത്തിൽ എത്ര ചെറുതാണ്, അറിവിലെത്ര ചെറുതാണ്, താരതമ്യം ചെയ്യാനൊക്കാത്ത അജഗജാന്തര വ്യതിരിക്തതയുള്ള ഈ പെണ്ണിൻ്റെ വാക്ക് കേട്ട് നയമാൻ ഇറങ്ങണമെന്ന് വരികിൽ അവൾ എത്ര ആധികാരികമായിട്ടാണ് തൻ്റെ പ്രവാചകനെക്കുറിച്ച്, തൻ്റെ ദേശത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഉൾബോധം കൊണ്ട് നടക്കുന്നത്. നമുക്കുണ്ടോ? സ്വയപരിശോധനയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കോൺഫിഡൻസ് എവിടാണ്? നമ്മുടെ ആത്മവിശ്വാസം എവിടാണ്? അവിടെ ഒന്ന് ചെന്നാൽ എൻ്റെ യജമാനന് സൗഖ്യം വരുമെന്ന് പറയുന്നത് കൊച്ചു പെൺകുട്ടിയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവരുടെ ദൈവത്തിലുള്ള അവരുടെ ആത്മവിശ്വാസം, ദൈവത്തോടുള്ള അവരുടെ ആത്മബന്ധം, സഹോദരങ്ങളെ, എന്നിട്ട് നമ്മൾ തലമുറയെ കുറ്റം പറയും. ഇതാ ഈ പെണ്ണ് പകർന്നു നൽകുന്ന, ഇത്രയും വലിയ മനുഷ്യന് പകർന്നു നൽകുന്ന ഒരു അവബോധമുണ്ട്. താൻ കൊണ്ട് നടക്കുന്നത്, നെഞ്ചിടങ്ങളിൽ കൊണ്ട് നടക്കുന്നത് അതുപോലെ പകർന്നു നൽകുകയാണ്. നമ്മുടെയൊക്കെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട് ഇതൊന്നും പകരാനൊക്കെ ഇതുവരെ ദൈവത്തെ കൈമാറ്റം ചെയ്യുന്ന പണിയാണ്. നഹ്മാൻ ഇറങ്ങിത്തിരിക്കുകയാണ് സൗഖ്യം തേടി. ആര് പറഞ്ഞാലും
ആർക്കും കൊടുക്കാനൊക്കാത്ത സൗഖ്യം. എവിടെ കിട്ടുമെന്ന് പറഞ്ഞാലും പോകാൻ നയമാൻ തയ്യാറാണ്, സന്നാഹങ്ങളുണ്ട്. അങ്ങനെ നയമാൻ എലീസയെ തേടി യാത്ര തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഒരു കൊച്ചു പെണ്ണിൻ്റെ വാക്കിന് കാതു കൊടുക്കുവാൻ അവൻ്റെ അസുഖമാണ് കാരണമായി തീർന്നത്. നമ്മുടെയൊക്കെ നൊമ്പരങ്ങൾ താഴേക്ക് നോക്കാനുള്ള അവസരമായിട്ട് മാറണം. നൊമ്പരങ്ങൾ പഴിക്കാനുള്ള അവസരമല്ല. നൊമ്പരങ്ങൾ നിരാശയിലേക്ക് ദുഃഖത്തിലേക്ക് പോകാനല്ല, മറന്നുപോയ, വിട്ടുപോയ, ശ്രദ്ധിക്കാതെ പോയ ഇടങ്ങളിലേക്ക് തിരികെ എത്താനുള്ള അവസരങ്ങളാണ്. നയമയാത്ര തുടങ്ങി. കുറേ സമ്മാനങ്ങളുമായിട്ടാണ് പോക്ക്. എന്ത് കൊടുത്താലും മതിവരാത്ത സൗഖ്യമാണ് നയമാൻ്റെ പ്രതീക്ഷ. എന്നാലും എന്തെങ്കിലും കൊടുത്ത ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള തൃപ്തി. അങ്ങനെ കുറേ പൊന്നും വെള്ളിയും വസ്ത്രമൊക്കെ ആയിട്ട് നയമാൻ പോവുകയാണ്. എലീസയുടെ അടുക്കൽ വാർത്ത വന്നു, നയമാൻ എത്തിയിട്ടുണ്ട്. കുറേ നാടകങ്ങൾ അതിനിടയ്ക്ക് അരങ്ങേറുന്നുണ്ട്. അത് ആശയബന്ധിതമായി പറയുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനത് വിടുക. എലീസയുടെ അടുത്ത് ഭൃത്യന്മാർ ചെന്നിട്ട് പറഞ്ഞു, ആരാം സൈന്യാധിപൻ നയമാൻ വന്നിരിക്കുന്നു. ആരാണിവൻ? കുറച്ച് നാൾ മുമ്പ് വന്ന് നമ്മുടെ രാജ്യത്തെ തോൽപ്പിച്ചിട്ട് നമ്മുടെ ആളുകളെ പിടിച്ചുകൊണ്ട് പോയ ആളാണ്, നേതാവാണ് വന്നിരിക്കുന്നത്. എലീസ പറഞ്ഞു, അവനോട് യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിയിട്ട് പൊക്കോളം പറയാൻ. എന്തൊരു ധിക്കാരമാണ്! ആതിഥേയത്വത്തിൻ്റെ ആദ്യ പാഠം പോലും ശീലിച്ചിട്ടില്ലാത്ത എലീസ നയമാനെ മൈൻഡ് ചെയ്യാതെ, ഇത്രയും വലിയ തങ്ങളെ തോൽപ്പിച്ചവൻ തൻ്റെ അടുക്കൽ മുഖതാവിൽ കാര്യങ്ങൾ പറയുവാൻ കടന്നു വന്നിട്ട് അതിന് അവസരം കൊടുക്കാതെ, ആ അവസരം നിഷേധിച്ച് എലീസ ധിക്കാരത്തോടെ നയമാൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവനോട് യോർദാനിൽ മുങ്ങിയിട്ട് പോയിക്കൊള്ളാൻ പറയാം. നയമാന് ദേഷ്യമായി. നയമാന് ദേഷ്യം വന്നു. ഈ ദേഷ്യം ഒരു വലിയ പ്രശ്നമാണ്. കുമ്പസാരിക്കാൻ വരുന്നവരെല്ലാം പറയുന്നൊരു പ്രശ്നമാണ് ദേഷ്യം. ഈയിടെ എൻ്റെ പള്ളിയിലൊരു യോഗത്തിൽ ഞാൻ പറഞ്ഞു, ഇനി അത് പറയേണ്ട, അതെനിക്കറിയാം എല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യം. എന്ത് പ്രശ്നമാണ് ഇവനുണ്ടാക്കുന്നത്? നയമാന് ദേഷ്യമായി. അസുഖമാണേലും ദേഷ്യത്തിന് യാതൊരു കുറവും ഇല്ല. ഈ ദേഷ്യത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം? ദേഷ്യം ഉണ്ടാക്കുന്ന അപകടം, അത് പുരുഷനാണേലും സ്ത്രീയാണേലും ഓർക്കണം. ഈ അംശത്തെ കൊണ്ട് കല ഉടച്ചതൊരു വാക്കുണ്ട് അല്ലേ? വക്കിൽ വന്നിട്ട് നശിപ്പിക്കുക. നയമാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാ? സൗഖ്യത്തിൻ്റെ തൊട്ടടുത്താണ്. നയമാന് ദേഷ്യം വന്നപ്പോൾ നയമാൻ പറഞ്ഞു, തിരിച്ചു പോകാം. അപ്പോൾ സൗഖ്യത്തിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നവന് ദേഷ്യം വന്നാൽ സൗഖ്യത്തിൽ നിന്നാണ് മടക്കം. സൗഖ്യത്തിൻ്റെ സാധ്യതയിൽ നിന്ന് അവൻ അന്യപ്പെടുകയാണ്, തിരിച്ചു പോകാമെന്ന് പറയുകയാണ്. സൗഖ്യം നഷ്ടപ്പെടുത്തുന്നതാണ് എന്ത്? ദേഷ്യം. ഞാനതിന് വേറൊരു വാക്ക് പറയാം, സുഖം നഷ്ടപ്പെടുത്തുന്നതാണ് ദേഷ്യം. ശരിയാണോ? നമ്മുടെയൊക്കെ സുഖം നഷ്ടപ്പെടുത്തുന്നതാണ് ദേഷ്യം. ഒരു മനുഷ്യൻ മലയിന്നിറങ്ങി വരിക, 40 ദിവസം നോമ്പ് നോച്ചിട്ട് മാറത്തടക്കി പിടിച്ച കൽപ്പലകകളുമായിട്ട് ഇറങ്ങി വരുന്ന മോശയ്ക്ക് ദേഷ്യം വന്നൊന്ന് വേദപുസ്തകം എഴുതിയിരിക്കുക. മോശയ്ക്ക് ദേഷ്യം വന്ന ഒരു വാർത്തയാണ്. നമുക്കൊക്കെ ദേഷ്യം വരാതിരുന്നാലാണ്. മോശ ഭൂതലത്തിൽ പാർക്കുന്ന സകല മനുഷ്യരിലും അതിസൗമ്യന എന്നാണ് സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് മോശയ്ക്ക് ദേഷ്യം വന്നു. സഹോദരങ്ങളെ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഒറ്റ പ്രാവശ്യം മോശയ്ക്ക് ദേഷ്യം വന്നുള്ളൂ. പക്ഷേ നഷ്ടം വന്നത് എന്തുമാത്രമാണ്! എന്തൊരു നഷ്ടമാണ് ആ ദേഷ്യം സമ്മാനിച്ചത്, ആ കോപം സമ്മാനിച്ചത്. ഞാൻ എന്നെക്കുറിച്ച് ഭയത്തോടെ ഓർക്കുകയാണ്. ദേഷ്യം വരുത്തുന്ന നഷ്ടം എന്താണെന്ന് പ്രവചിക്കാനൊക്കില്ല. ദേഷ്യം സമ്മാനിക്കുന്ന വിപത്ത് എത്രമാത്രമെന്ന് നമുക്ക് പ്രവചിക്കാനൊക്കില്ല. അതുകൊണ്ട് അടക്കിക്കോണം. കോപിപ്പിൻ, കോപിച്ചാലും പല ട്രാൻസ്ലേഷനുണ്ട്. പ്രിയപ്പെട്ടവരെ, ദേഷ്യം പാപമാകുന്നില്ലെന്നുറപ്പാക്കണം. ദേഷ്യം മറ്റൊരാൾക്ക് ദോഷമാകുന്നില്ല. എനിക്കുള്ള ദേഷ്യം അവിടെ ഉണ്ട് കേട്ടോ, അതിങ്ങനെ ചിരണ്ടിയെടുത്ത് മാറ്റാനൊന്നും നോക്കത്തില്ല, അതവിടെ ഉണ്ട്. പക്ഷേ ആ ദേഷ്യം പാപമാകുന്നില്ല എന്നുറപ്പാക്കണം. ആ ദേഷ്യം മറ്റൊരാൾക്ക് ദോഷമാകുന്നില്ലെന്നുറപ്പാക്കണം. ആ ദേഷ്യം എനിക്ക് തന്നെ വിനയാകുന്നില്ല എന്നുറപ്പാക്കണം. അവിടെയാണ് ഈ ദേഷ്യം എനിക്ക് തന്നെ വിനയാവുകയാണ്. നയമാൻ്റെ സൗഖ്യത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുന്നു അവൻ്റെ ക്രോധം.
എന്താ ക്രോധം? അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ രോഗമുണ്ടെങ്കിലും സൈന്യാധിപൻ അവൻ വന്നിട്ട് എലീശ ശ്രദ്ധിച്ചില്ല എന്നുള്ള വിഷയമാണ്. ഇവിടെ എനിക്ക് രസകരമായി തോന്നിയൊരു ചിന്തയുണ്ട്. നമുക്ക് തിരിച്ചു പോകാമെന്ന് നിയമം പറയുമ്പോൾ അവൻ്റെ ഭൃത്യന്മാരിൽ ഒരാൾ പറഞ്ഞു, യജമാനൊരു വലിയ കാര്യം പറഞ്ഞിരുന്ന ചെയ്യല്ലായിരുന്നു, നമുക്കൊന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ, നമുക്കൊന്ന് നോക്കാം. ഓ, എന്തൊരു വാക്കാണത്! നിങ്ങളുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയ പോലെ. ആളിക്കത്തുന്ന അഗ്നിയിലേക്ക് ഒരുത്തൻ ആ ക്രോധത്തിൻ്റെ അഗ്നിയിൽ നിൽക്കുന്ന ഒരുവനോട് ഒരു കൊച്ചു മനുഷ്യൻ, മുമ്പ് പറഞ്ഞ പെങ്കൊച്ചിനെ പോലെ ഒരു വേലക്കാരൻ ഇവനോട് സംസാരിക്കുകയാണ്. നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് വേണേൽ ചോദിക്കാം. അവൻ ഇത്ര ചോദിച്ചുള്ളൂ, നമുക്കൊന്ന് നോക്കാം. സഹോദരങ്ങളെ, എത്ര കത്തുന്ന ക്രോധവും അടങ്ങും ഇങ്ങനൊന്ന് പറയാമെങ്കിൽ. നമുക്ക് പറ്റുന്നത് നമ്മൾ കാച്ചി വിടുമല്ലേ എരുതിയിലോട്ട്. എന്നാൽ അവനോട് പോയി പണി നോക്കാൻ പറ. ആരോടാ? പ്രവാചകനാന്നും പറഞ്ഞ് കാണാൻ വന്നവൻ മുഖം തരുന്നില്ലെങ്കിൽ അവനോട് പോയി. നഷ്ടപ്പെടുന്നത് ആരുടെ സൗഖ്യ? ഏലായിടാൻ പലരുമുണ്ട്, പ്രോത്സാഹിപ്പിക്കാൻ, ക്രോധം വർദ്ധിപ്പിക്കാൻ പലരുമുണ്ട്. തന്നെ തിരിച്ചു കൊണ്ടുപോകുവാൻ, സൗഖ്യത്തിൻ്റെ വക്കിൽ നിന്ന് തന്നെ എന്നേക്കുമായി അന്യപ്പെടുത്തി അകറ്റിക്കളയുവാൻ പല ആളുകളും തുനിഞ്ഞേക്കാം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ ആ കൂട്ടത്തിലാകും കേട്ടോ. സൗഖ്യത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് നമ്മളെ പറിച്ചു മാറ്റുന്ന ചില ബന്ധങ്ങൾ. സഹോദരങ്ങളെ, ഇവൻ പറയാൻ നമുക്ക് നോക്കാം. ഈ ഭൃത്യൻ്റെ സംസാര രീതി നമുക്കൊന്ന് നടത്തിയെടുത്താലോ നമ്മുടെ വീട്ടിലോട്ടെ. ഈ ഭൃത്യൻ്റെ സംസാര രീതി നമ്മുടെ പള്ളിയിലോട്ടൊന്ന് കൊണ്ടുവന്നാൽ നമുക്ക് നോക്കാം. ലെയ്സൻ വർക്ക് എന്ന് പറയും അല്ലേ? രണ്ടു പേര് തമ്മിൽ അതിശക്തമായി ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് നിന്നിട്ട് ഇലയ്ക്കും കേടില്ലാതെ, ഇടയ്ക്ക് ചില വാക്ക് ഞാൻ വിട്ടുപോകുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പൂരിപ്പിക്കുന്നതുകൊണ്ടാണ്, എല്ലാവരും കേട്ടില്ലെങ്കിൽ മനസ്സിലാക്കിക്കോണം. ഇതിനിടയ്ക്ക് നിന്നുകൊണ്ട് രണ്ടു പേർക്കും ഗുണകരമായ രീതിയിൽ സംസാരിക്കുവാൻ നിലകൊള്ളുന്ന ഒരുത്തൻ. പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ പണിയാവേണ്ടതല്ലേ? ഇത് നമ്മുടെയൊക്കെ ജോലിയല്ലേ? വീട്ടിൽ ആകേണ്ടതല്ലേ? ഒരു വീട്ടിൽ അമ്മായിയമ്മയും മരുമകളും കൂടെ, ഇനി ഞാൻ എന്താ പറയാൻ പോകുന്നത്, അടുക്കളയിൽ പെരുമാറുക. അവരടുക്കളയിൽ വളരെ സൗഹാർദ്ദത്തോടെ, അത് തന്നെ ഒരു വലിയ സാക്ഷ്യമാണ്. അങ്ങനെ പെരുമാറി അടുക്കളയിൽ പാത്രത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണ സാധനം എടുത്ത് മരുമകളുടെ കയ്യിലോട്ട് കൊടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചേക്കാൻ പറഞ്ഞു. അവളത് എടുത്തുകൊണ്ട് തിരിയുകയും കാലൊന്ന് തെന്നി ഈ പാത്രം താഴെ വീണ്. ഡൈനിങ് ടേബിളിൽ ചെല്ലേണ്ട സാധനം അടുക്കളയിൽ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. വളരെ അപ്സെറ്റായിട്ട് നിൽക്കുക കുട്ടി. അമ്മ പറഞ്ഞു, പോട്ടെ, നമുക്ക് അടുത്ത് നോക്കാം. എന്ത് സുഖകരമായൊരു വാക്കാന്ന് നോക്കി. പോട്ടെ, നമുക്ക് അടുത്തത് നോക്കാം. ഇൻ ടൈം. ഇത് 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പോട്ടെ എന്ന്? നമ്മൾ പല ക്ഷമകളും വളരെ വൈകിയാണ് അവതരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ അമ്മ ഇത് പറയുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താ? ഈ മരുമകളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഈ അമ്മയായിട്ട് കയറുവാണ്. നിന്നെ തലയ്ക്കകത്ത് ആൾതാമസം വേണമെന്ന് പറയുന്നത്. എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണക്കാരൻ ചിലപ്പോൾ ഞാനും കൂടെ ആയിരിക്കാം. എന്നോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം ഞാനും കൂടെ ആയിരിക്കാം. ആ തടിയുടെ ആശാരിയുടെ കുഴപ്പമുണ്ടെന്ന് പറയുന്നവർ. പ്രിയപ്പെട്ടവരെ, കൃത്യമായ സമയത്ത് അന്നേരമാണ് ഉമ്മറത്തിരുന്ന്, കാരണം അവർ എന്നാ അവിടെ ഒരൊച്ച, ചെവി കേൾക്കില്ലാത്ത മനുഷ്യനാണ്, ഇത് കേൾക്കും. അവരവിടെ സെറ്റിൽ ചെയ്ത് വിഷയം. അടുക്കളയിൽ അവർ തമ്മിൽ സെറ്റിലായ വിഷയം തോണ്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അത് വളർത്താനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ ചില ആളുകളുണ്ട്. ചില വീടുകൾ നന്നാവാത്തതിൻ്റെ കാരണം ഇങ്ങനെയുള്ള ആളുകളാണ്. സഹോദരങ്ങളെ, ഈ ഒരു മനോഭാവത്തിലേക്ക് നമുക്കൊന്ന് വരാൻ സാധിച്ചാൽ എത്ര വലിയ ക്രോധത്തിൻ്റെ അഗ്നിയും തണുത്തു പോകും. ഒരിക്കലൊരു വലിയ മനുഷ്യൻ വളരെ കഠിനമായി ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദേഷ്യം അണപൊട്ടുകയാണ്, നിയന്ത്രിക്കാനാവാത്ത തരത്തിലേക്ക് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി കൂടെ നിൽപ്പുണ്ട്. വളരെ ഭയപരവശനായിട്ടാണ് അദ്ദേഹം നിൽക്കുക.
ഈ ദേഷ്യപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു ഇവൻ്റ് നടക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അരങ്ങേറുന്നത്. അദ്ദേഹം ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സെക്രട്ടറി പതിയെ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു കാണിച്ചു. ഞാൻ ദൃക്സാക്ഷിയാ, ഈ ദേഷ്യം ഇതിലേ പോയെന്ന്. അത്ര നേരം ഭയപ്പെട്ടു നിന്ന ഈ കൊച്ചൻ ആ വലിയ മനുഷ്യനെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചിരിച്ചു. ഒരു നിമിഷം കൊണ്ട് ഈ ക്രോധത്തിൻ്റെ വലിയ പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന, കാരണം അദ്ദേഹത്തിന് ദേഷ്യപ്പെടാൻ അവകാശമുണ്ട്. പണ്ട് സദാജീവൻ പറഞ്ഞതുപോലെ എൻ്റെ കീഴിൽ ആളുകളുണ്ട്, ഒരുത്തിനോട് വരാൻ പറഞ്ഞാൽ വരും, പോകാൻ പറഞ്ഞാൽ പോകും എന്ന് പറഞ്ഞതുപോലെ ദേഷ്യപ്പെടാൻ സ്വാതന്ത്ര്യം. നമ്മളും അങ്ങനെയാണല്ലോ, സ്വാതന്ത്ര്യമുള്ളിടത്തല്ലേ ദേഷ്യപ്പെടുള്ളൂ, ചിലവാകുന്നിടത്ത്. അവിടെ അങ്ങനെ സ്വാതന്ത്ര്യമുള്ളയാൾ, പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചൻ്റെ ചിരിക്കകത്ത് സകല ദേഷ്യം അടങ്ങിപ്പോയി. എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഇതൊരു അഭ്യാസമാണ്, ഇതൊരു കഴിവാണ്, ഇതൊരു വൈദഗ്ധ്യമാണ്. ചില പ്രത്യേക ഇൻസിഡൻസ്, ചില സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള വൈദഗ്ധ്യം. പ്രിയപ്പെട്ടവരെ, ആ ഭൃത്യൻ നയമാനോട് പറയുകയാണ്, നമുക്കൊന്ന് നോക്കാം. നയമാൻ തിരിഞ്ഞു കേട്ടോ. സൈന്യാധിപനായ നയമാൻ, ക്രോധാഗ്നിയിലായിരിക്കുന്ന നയമാൻ തീരുമാനം മാറ്റി പോയേക്കാം. ഒരു അനുസരണയുള്ള, ഇങ്ങനെയാണ് ഈ കഠിനന്മാരെ നേരെയാക്കുന്നത്. അതെങ്ങനെയാ? നമ്മുടെയൊക്കെ സ്വഭാവം കഠിനതയോടെ വന്നാൽ അതിനേക്കാൾ കഠിനമായിട്ട് ഒരു വാളും കൊണ്ട് വന്നാൽ നമ്മൾ ഇരുവാൾ, ഇതല്ല. നമ്മുടെ സമാധാന അന്തരീക്ഷം തകരുന്നത് അതാണ്. പണ്ടൊരു ഗുരു ശിഷ്യനോട് പറഞ്ഞു പോലും, ദേഷ്യപ്പെട്ടിരിക്കുക, ഞാൻ നിന്നോട് മിണ്ടത്തില്ല എന്ന് പറഞ്ഞാൽ, പിണങ്ങിയിരിക്കുക, ഞാൻ നിന്നോട് മിണ്ടത്തില്ലെന്നല്ല പറഞ്ഞേ. എനിക്കിപ്പം ദേഷ്യമാണ്, ഞാൻ നിന്നോട് മിണ്ടുന്നില്ല. മിണ്ടിയാൽ എന്താണ് മിണ്ടുക എന്ന് പറയാനൊക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ നോമ്പിൽ ഈ മനുഷ്യൻ്റെ റോള് നമുക്ക് ഏറ്റെടുക്കാം. ക്രോധത്തെ തണുപ്പിക്കുന്ന, കോപത്തെ കെടുത്തുന്ന, എന്നിട്ട് സന്ധിക്കത്തെ സങ്കീർത്തനം ചൊല്ലാം, തിങ്കളാഴ്ചത്തെ കോപിപ്പി നിങ്ങൾ, ഞാൻ സമാധാനത്തോടെ. ഇതിനൊരു പ്രായോഗികതയില്ലേ? നമ്മൾ ചൊല്ലിത്തീർത്താൽ പോരല്ലോ. ചൊല്ലുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഒരു പ്രായോഗിക തലമില്ലേ? അതും കൂടി ഒന്ന് ആലോചിച്ച് ചൊല്ലിയാൽ, കുമ്പിടാൻ വേണ്ടി, നമസ്കരിക്കാൻ വേണ്ടി മാത്രം എഴുതി വച്ചിരിക്കുന്നതല്ലല്ലോ. ഇതാ ഈ മനുഷ്യൻ്റെ വാക്ക് കേട്ട് നയമാൻ എല്ലാ ക്രോധവും അടക്കി യോർദാൻ്റെ തീരത്തേക്ക് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ, അനുസരണയുള്ള ഒരു ബാലനെ പോലെ നടക്കുക. നയമാൻ യോർദാനിലേക്ക് ഇറങ്ങി, യോർദാനിൽ മുങ്ങി 7 പ്രാവശ്യം, സൗഖ്യമായി. നയമാന് സൗഖ്യം കിട്ടി. എങ്ങനെ? യോർദാനിൽ മുങ്ങിയുണ്ട്. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു ചിന്ത, യോർദാനിലെ വെള്ളമാണ് നയമാന് സൗഖ്യം കൊടുത്തത്. യോർദാനിലെ വെള്ളമായിരുന്നെങ്കിൽ യോർദാനിൽ മുങ്ങുന്നവർക്കെല്ലാം സൗഖ്യം കിട്ടണമായിരുന്നു. യോർദാനിലെ വെള്ളമാണ് സൗഖ്യം കൊടുക്കുന്നതെങ്കിൽ എത്ര പ്രാവശ്യം മുങ്ങിയാൽ മതി? 1 പ്രാവശ്യം. എന്തിനാ 7 മുങ്ങുന്നു? അപ്പോൾ ഇവിടെ യോർദാനിലെ വെള്ളമല്ല സൗഖ്യം കൊടുത്ത്. വിശുദ്ധ നാടൊക്കെ സന്ദർശിക്കുന്നവർ യോർദാനിലെ വെള്ളം എടുത്തുകൊണ്ട് ഇരുന്നോട്ട്. കർത്താവ് പാത ഊന്നിയ സ്ഥലമാണ്. ആ പ്രാധാന്യം ഒന്നും ഞാൻ മറന്നു പോകുന്നില്ല. പല പ്രാവശ്യം വിഭജിക്കപ്പെട്ടതാണ് യോർദാൻ. വേദപുസ്തകത്തിൽ ഏറ്റവും ചരിത്രബന്ധമായ പ്രാധാന്യത്തോടെ എഴുതപ്പെട്ടിരിക്കുന്ന ഇടമാണ് യോർദാൻ. യോർദാനിലെ വെള്ളമല്ല നയമാന് സൗഖ്യം കൊടുത്തത്, പക്ഷേ എലീസയുടെ കൽപ്പന, വാക്ക് അവൻ അനുസരിച്ചു എന്നുള്ളതാണ്. എലീസയുടെ കൽപ്പന അനുസരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമാണ് യോർദാനിലെ വെള്ളത്തിൽ 7 പ്രാവശ്യം മുങ്ങുക എന്നുള്ളത്. ഇതുപോലൊരു പണി കർത്താവ് ചെയ്തിട്ടുണ്ട്. കണ്ണിൽ ശീലോഹാമിൽ പോയി കഴുകാൻ പറ. അതൊരു അനുസരണ അതിനകത്തുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളിലും എല്ലാ സൗഖ്യത്തിലും ഒരു അനുസരണയുടെ ഭാവമുണ്ട്. കഴിഞ്ഞ ആഴ്ച കാനാവിൽ എന്താ നടന്നേ? സത്യത്തിൽ കാനാവിൽ നടന്നത് എന്താണ്? വീഞ്ഞില്ല എന്ന് പറയുന്നതാണ് പ്രശ്നം. പരിഹരിക്കപ്പെട്ടത് എങ്ങനെയാണ്? അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുവീൻ. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അവിടെയാ. അതിനപ്പുറത്തേക്കോ അതിൽ നിന്ന് മാറിയൊരു പരിഹാരമില്ല. അമ്മയാണ് പറയുക, അവൻ നിങ്ങളോട്
എന്തെങ്കിലും കൽപ്പിച്ചാൽ അപ്രകാരം ചെയ്യുവീനെന്ന്. കൽപ്പന അനുസരിക്കുമ്പോഴാണ് കുറവുകൾ പരിഹരിക്കപ്പെടുന്നത്. കൽപ്പന അനുസരിക്കുമ്പോഴാണ് സൗഖ്യമുണ്ടാവുന്നത്. എലീശയുടെ കൽപ്പന ദൈവികാരുളപ്പാടാണ്, ദൈവകൽപ്പനയാണ്, ദൈവവചനമാണ്. ആ വചനം അനുസരിച്ചു നയമാന് സൗഖ്യം വന്നു. സുഖമാകണമെങ്കിൽ വചനം അനുസരിക്കണം. വചനബന്ധിതമായ ജീവിതത്തിലേക്ക് വരണം. സഹോദരങ്ങളെ, നയമാൻ എഴുന്നേറ്റു. നയമാൻ പറഞ്ഞു, പോകാം നമുക്ക് എലീശയുടെ അടുത്തേക്ക്. ഒരു മാനസാന്തരത്തിലാണ് ഇപ്പം നിൽക്കുക. പഴയ ക്രോധമൊക്കെ പോയി. അല്ലെങ്കിലും അങ്ങനെയാണ്, തന്നെ കൊണ്ട് സാധിക്കാത്തത് സാധ്യമാകുമ്പോൾ നമ്മൾ ചെറുതാവുകയാണ്. എലീശയുടെ അടുത്തേക്ക് നയമാൻ നടന്നു. എലീശയുടെ അടുത്ത് എന്നിട്ട് നയമാൻ പറഞ്ഞു, ഞാൻ കുറേ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് നിനക്കാണ്. സൗഖ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഇത് നിനക്കാണ്. എലീശ പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് പറയുകയാണ്. എലീശ വേണ്ടെന്ന് പറയുമ്പോൾ നയമാൻ ചെറുതാവുകയാണ്. ഒരു വലിയ സമ്മാനം കൊടുക്കാൻ വന്ന നയമാൻ അത് വേണ്ടെന്ന് എലീശ പറയുമ്പോൾ എലീശയുടെ മുമ്പിൽ ഒന്നിനൊന്ന് ചെറുതായി മാറുകയാണ്. സഹോദരങ്ങളെ, സമ്മാനം ജ്ഞാനിയുടെ കണ്ണ് കുരുടാക്കുക. സമ്മാനം ജ്ഞാനിയുടെ കണ്ണ് കുരുടാക്കുമെന്ന ചിലവൻ പറയാം. പ്രവാചകൻ പറഞ്ഞു, സൗഖ്യം കിട്ടിയതിൻ്റെ പ്രതിഫലം എനിക്ക് വേണ്ട. ഈ പ്രതിഫലം വേണ്ട എന്ന് ഇവൻ പറയുന്നതിൻ്റെ കാരണം എന്താണ്? നിന്റെ സമ്മാനം വേണ്ട, നീ തരുന്ന ഉപഹാരം വേണ്ട, നീ വെച്ച് നീട്ടുന്നത് എനിക്ക് വേണ്ട എന്ന് എലീശ പറയുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ് എലീശയ്ക്കുള്ള? ഒന്നുകിൽ എലീശ അതിനേക്കാൾ വലിയ ധനാഢ്യനാണ്, അല്ലെങ്കിൽ ഈ സൗഖ്യം കൊടുത്തതിൻ്റെ ഗുണമേന്മ അനുഭവിക്കാൻ എലീശ യോഗ്യനല്ല. ഒന്നുകിൽ എലീശ ഇതിനേക്കാൾ ധനാഢ്യനാണ്, എനിക്ക് നിന്റെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഈ സൗഖ്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കൈപ്പറ്റാനുള്ള യോഗ്യത എലീശയ്ക്കില്ല. സഹോദരങ്ങളെ, ഇത് രണ്ടും ശരിയാണ്. അല്പ കഴിയുമ്പോൾ മനസ്സിലാവും. യഥാർത്ഥത്തിൽ എലീശയുടെ സമ്പാദ്യം എന്താ? നമ്മൾ അന്വേഷിക്കേണ്ട ഒരു സമ്പാദ്യമാണത്. ആ സമ്പാദ്യത്തെക്കുറിച്ച് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്ന, ഒരു ഗുരു ശിഷ്യനും കൂടെ യാത്ര ആരംഭിക്കുക. ഗുരു പോവുകയാണ് ഒരു വഴിക്ക്. ശിഷ്യൻ പറഞ്ഞു, ഞാനും പോരുവാണ്. ഗുരു പറഞ്ഞു, നീ വരണ്ട. ശിഷ്യൻ പറഞ്ഞു, ഞാൻ വരും. അതൊരു ധിക്കാരമല്ലേ? അതിലൊരു അനുസരണക്കേടില്ലേ? ആ അനുസരണക്കേടിലൊരു ആത്മബന്ധമുണ്ട്. ആ അനുസരണക്കേടിലൊരു സ്നേഹമുണ്ട്. ആ അനുസരണക്കേടിൽ വിട്ടുമാറാനാവാത്ത ഒരു ദിവ്യ ഭാവമുണ്ട്. നമ്മുടെ അധ്യാപകരുമായിട്ടുള്ള ബന്ധം അങ്ങനെ ആയിരിക്കണം. വിട്ടുമാറാൻ അത് കണ്ണെടുത്ത് കണ്ടുകൂടുക. ആദ്യം ചെന്ന് നോക്കുന്ന ആ സാറ് വന്നിട്ടുണ്ടോ എന്നാ, ഇല്ലെങ്കിൽ എന്തൊരു ഭയങ്കരമാണ്. ചില സാറുമാരുടെ ഒരു ഗതികേട്, അവർ പഠിപ്പിക്കുന്ന വിഷയം അനുസരിച്ച് കുഞ്ഞുങ്ങളവരെ വെറുക്കുകയാണ്. ടൈം ടേബിൾ എടുക്കുമ്പോൾ പോലും പിള്ളേർ പറയുന്ന വാക്കുകൾ കേട്ടാൽ ദുഃഖം തോന്നും. ഇന്ന് ഈ നശിച്ച വിഷയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ സാറ്. അധ്യാപകർ ഏത് പ്രശ്നമുള്ള വിഷയവും ഹൃദ്യമായി കുഞ്ഞുങ്ങൾക്ക് സ്വീകാര്യമായ അവസ്ഥയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കും. അതാ പാഠവം. തങ്ങൾ പഠിപ്പിക്കുന്ന തങ്ങളുടെ രീതിക്കനുസരിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് ഒരു കഴിവാണ്. എന്നാൽ പോലും അതിനേക്കാൾ നല്ലത് അവരെന്തെന്ന് മനസ്സിലാക്കി പറയുന്നതാണ്. ഗുരുശിഷ്യ ബന്ധം ഇവിടെ കാണുകയാണ്. എന്താ? ഗുരുവിനോട് പറ്റി നിൽക്കുകയാണ്. എനിക്ക് നേടണമെന്നുള്ള ചിന്ത. ഗുരു ശിഷ്യന് യാത്ര തുടങ്ങി. പല ഘട്ടങ്ങൾ പിന്നിട്ട് അവർ യോർദാനും കടന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. വിട്ടുമാറുന്നില്ല ശിഷ്യൻ. ഇങ്ങനെ വേണം കുഞ്ഞുങ്ങൾ അധ്യാപകരോട് ഇടയ്ക്കിടയ്ക്കൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. വിശേഷമല്ല, പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു തീവ്രത വേണം, അറിയാനുള്ള ആഗ്രഹം. അത് എന്ന് നഷ്ടമാകുന്നു അന്ന് നമ്മളൊരു വിദ്യാർത്ഥി അല്ലാതാവുകയാണ്. അറിയുവാനുള്ള ആഗ്രഹം പോയാൽ പിന്നെ വിദ്യാർത്ഥിയല്ല. ഇത് കേവലം ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യസനമല്ല, നമ്മളെ രൂപപ്പെടുത്തുന്നതാണ്. ഗുരുവ് ശിഷ്യനും നടന്ന് മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഗുരു ശിഷ്യനോട് ചോദിച്ചു, നിനക്കെന്താ വേണ്ടേ? ഇതാണ് ഗുരുവിൻ്റെ സമ്മാനം.
ശിഷ്യൻ പറഞ്ഞു, നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കെനിക്കും. ഈ നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാനുള്ള യോഗ്യത, അവകാശം ഏലിയാവിനുണ്ടോ? അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഏലിയാവ് ഒരു കണ്ടീഷൻ വെച്ചു, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. അതൊരു കണ്ടീഷനാണ്, ദൈവത്തിൽ ദൈവികമായത് എന്ന അർത്ഥത്തിൽ. ഏലിയാവ് ഉയരത്തിലേക്ക് പോയി, എലീശ ഇരട്ടി പങ്കുമായിട്ട് വരികയാണ്. ഈ ആഗ്രഹം കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ മനപ്രയാസം തോന്നി. ഞാനിതുവരെ ഇത് ചോദിച്ചില്ലല്ലോ. ഞാൻ പരുമലെ കബറിങ്കിൽ പോയി എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അവിടുത്തെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. അതും ഇതുമൊക്കെ ചോദിച്ചു പോരുകയാണ്. വില കുറഞ്ഞതിന് വേണ്ടിയിട്ടാണ് ഈ നടപ്പെല്ലാം നടന്നത്. വിലയുള്ളത് അവഗണിച്ച് മറന്നുപോയി ശ്രദ്ധിക്കാതെ വില കുറഞ്ഞ കാര്യങ്ങളുമായിട്ട് എന്ന് അവിടെ ഇരിക്കുക. ചില വലിയ മനുഷ്യരുടെ മുമ്പിൽ ചെന്നിട്ട് ഒരു വില താരതമ്യേന ഒരു വിലയില്ലാത്ത കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എലീശ നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? പ്രയാസമുള്ള കാര്യം കേട്ടോ നീ ചോദിച്ചത്. സഹോദരങ്ങളെ, പരിശുദ്ധന്മാരുടെ കബറിടങ്ങളിൽ ചെല്ലുമ്പോൾ, മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ എന്താ ചോദിക്കണ്ടേ? പ്രയാസമുള്ള കാര്യം. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. എലീശ തിരിച്ചു വരികയാണ്. ഏലിയാവ് ഉയരത്തിലേക്ക് പോയി. എലീശ തിരിച്ചു വരുമ്പോൾ എലീശയെ കണ്ട ആളുകൾ പറഞ്ഞു, ദേ നോക്കുക, ഏലിയാവിൻ്റെ ആത്മാവ് എലീശയിൽ അധിവസിക്കുന്നു. എന്തൊരു സാക്ഷ്യമാണത്! ഇവിടെ എൻ്റെ സങ്കടം, നമ്മൾ ഇതുവരെ അറിയാതെ പോയൊരു യാഥാർത്ഥ്യമാണല്ലേ ഇത്. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന ഒരു അനുഭവത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ, വേണ്ടതുപോലെ സ്വീകരിക്കുവാൻ ഇന്നും നമുക്ക് ആഗ്രഹം പോരാ. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ടത് കർത്താവ് ആഗ്രഹിക്കുക. നീ ഒന്ന് ചോദിച്ചു നോക്ക് ആത്മാവിന് വേണ്ടി. സഹോദരങ്ങളെ, ഓരോന്നും എണ്ണവിട്ട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് ചോദിച്ചിട്ട് എല്ലാം കൂടെ കിട്ടുന്നതാണ്. ആത്മാവിനെ കിട്ടിയാലെല്ലായി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ പോരായ്മ? നിങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങളെ സമർപ്പിച്ചിട്ട് എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? പഠിക്കാൻ പുറകോട്ട്, സ്വഭാവം പുറകോട്ട്, കഴിവ് പുറകോട്ട്, ഇതെല്ലാം തീരും. എൻ്റെ കൊച്ചിന് നിൻ്റെ ആത്മാവിനെ കൊടുക്കണേ, എൻ്റെ കൊച്ചിന് നിൻ്റെ ആത്മാവിനെ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പറയുന്ന, പ്രാർത്ഥിക്കുന്ന, ആവശ്യപ്പെടുന്ന പോരായ്മകൾക്കെല്ലാം അവിടെ നിവാരണമാവുകയാണ്. യൗവനക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പോയി ചെന്ന് ജോലിയെന്നും ഭാവിയെന്നും ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് നിൽക്കുന്നതിന് പകരം നിൻ്റെ ആത്മാവ് ഓരോരുത്തർക്കും, യോവേൽ പ്രവാചകൻ്റെ പ്രവചനം അതാണ്, കുഞ്ഞുങ്ങൾക്ക്, യൗവനക്കാർക്ക്, വൃദ്ധന്മാർക്ക്, ദാസിമാർക്ക് ദൈവാത്മാവിനെ കൊടുക്കുന്ന പുതിയ നിയമത്തെക്കുറിച്ചാണ്. സഹോദരങ്ങളെ, ഇന്ന് തൊട്ട് നമുക്ക് തുടങ്ങാം. അത് വേണമെന്ന്. ഏത് ആത്മാവിനെ? ഒരു പറച്ചിൽ നമ്മൾ പറയും, മാമോദീസായി ഞങ്ങൾ ആരാന്നറിയാവോ? മാമോദീസായി ഞങ്ങൾ പ്രാപിച്ചതാണ്. ഇവിടെ നിൽക്കുന്ന ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് എൻ്റെ മുമ്പിൽ വിശുദ്ധ മാമോദീസായിക്ക് കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടമാണെന്നറിയാവോ? എന്താ സങ്കടം? ഈ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് അന്ന് ഞാൻ കിടന്നപ്പോൾ എൻ്റെ സാധ്യത എത്ര വിശാലമായിരുന്നു. ഈ കുഞ്ഞിൻ്റെ അനുഭവത്തിൽ, ആ പ്രായത്തിൽ, ആ ദിവസങ്ങളിൽ എന്നിലുള്ള വിശുദ്ധി, നൈർമല്യം, എന്നിലുള്ള ദൈവകൃപയുടെ സാധ്യത എത്ര അനന്തമായിരുന്നു. ദൈവമേ, ആ കുഞ്ഞിനെ കാണുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ഓർക്കുകയാണ്. വളരാൻ കഴിഞ്ഞില്ല, ഉയരാൻ കഴിഞ്ഞില്ല, നിറയാൻ കഴിഞ്ഞില്ല. ഇതുപോലൊരവസ്ഥ, ഇതുപോലൊരു ദൈവകൃപയുടെ സാധ്യത ജന്മം കൊണ്ട് എനിക്ക് കിട്ടിയിട്ട് എൻ്റെ വഴിയിൽ, വളർച്ചയുടെ വഴിയിൽ ഞാനത് തകർത്ത് തരിപ്പണമാക്കിയല്ലോ. നിങ്ങളിപ്പോൾ ഓർക്കുക, ഇത്ര മോശക്കാരനാണോ? സാധ്യതകൾ ഉപയോഗിക്കാൻ കഴിയാതെ പോയതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇനി പ്രാർത്ഥിച്ചു തുടങ്ങാം. ആത്മാവിന്, ആത്മശക്തിക്ക്, ആത്മബലത്തിന്. സഹോദരങ്ങളെ, യേശു ഈ ലോകത്തിൽ വെച്ച് സംസാരിച്ച ഏറ്റവും അവസാനത്തെ വാചകം ഏതാന്ന് പറയാം? എന്തോ? അത് നിങ്ങൾ പറഞ്ഞിട്ട് എന്നെ കൂടെ കൺഫ്യൂസ്ഡ് ആക്കണ്ട.
അത് ഞാൻ പറയുന്നതിനൊരു ആധികാരികതയുള്ളത് ഇതാണ്. ഇത് പറഞ്ഞിട്ട് അവൻ അവരെ വിട്ട് ആരോഹണം ചെയ്തു. അപ്പം ലാസ്റ്റ് പറഞ്ഞ അതാണല്ലോ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി. അതല്ല വേണ്ടി. ഇന്ന് നമ്മുടെയൊക്കെ പ്രശ്നം ബലഹീനത, പോരായ്മയാ. നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും. പൗലൂസിൻ്റെ വാക്കൊക്കെ വായിക്കുമ്പോൾ കോരിത്തരിക്കുകയാണ്. എന്തിനും. ദാവീദ് പഴയ നിയമത്തിൽ നിന്നാ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞിയല്ലു എന്ന് പറഞ്ഞ പോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു. പട്ടിണിയാണോ, തടവാണോ, കല്ലേറാണോ, നഗ്നതയാണോ, ആപത്താണോ, ആത്മാവിന് വേണ്ടി. എലീശായ്ക്ക് കിട്ടിയ സമ്പാദ്യം ഇതാണ്. കൂടെ നടന്ന് പിടിച്ചു മേടിച്ച ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. സഹോദരങ്ങളെ, അതവൻ പരീക്ഷിക്കുന്നു. യോർദാനിൽ ഏലിയാവിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച് യോർദാനെ അടിക്കുകയാണ്. ഈ കൃപയുമായിട്ടാണ് എലീശ ജീവിക്കുക. ഞാൻ പറയട്ടെ, അവൻ നിന്നടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ യോർദാനിലെ വെള്ളത്തിന് സൗഖ്യത്തിൻ്റെ കൃപ ലഭിച്ചു. അവൻ നിന്നടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ യോർദാനിലെ വെള്ളത്തിന് സൗഖ്യത്തിൻ്റെ കൃപ ലഭിച്ചു. പുതിയ നിയമത്തിലേക്ക് വന്നാൽ അപ്പോസ്തോലന്മാർ കടന്നു പോകുന്ന ഇടത്ത് നിഴലെങ്കിലും പതിക്കാൻ, നിഴൽ, അപ്പോസ്തോലന്മാരുടെ ഉത്തരീയവും റൂമാലുമൊക്കെ കൊണ്ട് രോഗികളുടെ മേലിട്ടു. അവർ യേശു ചെയ്തിട്ടില്ലാത്ത പണിയാണ് അല്ലേ? അതെങ്ങനെ ശരിയാവുന്നേ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിനേക്കാൾ വലുത് എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിയന്ത്രിക്കാനാവാത്തതാണ്. സഹോദരങ്ങളെ, എഴുതി തള്ളപ്പെട്ടവരൊക്കെ മുൻനിരയിലേക്ക് വരും. ആര് വരുമ്പോൾ? ആത്മാവ് വരുമ്പോൾ. എഴുതി തള്ളപ്പെട്ടവർ, എഴുതി മാറ്റിവെച്ചവർ, കൊള്ളുകയില്ലാത്തവർ, ഗുണമില്ലാത്തവർ, ചൊവ്വാകാത്തവർ എന്നൊക്കെ പറഞ്ഞ് സമൂഹം ഞാൻ പാർശ്വവൽക്കരിക്കപ്പെടുന്നു. നമ്മുടെ ഇടയിൽ തന്നെ മാറ്റി നിർത്തുന്ന ആളുകളെല്ലാം മുൻനിരയിലേക്ക് വരും. പരിശുദ്ധാത്മാവ്. പത്രോസ് അങ്ങനെയല്ലേ? ഇതാ എലീശ പറയാം, എനിക്ക് വേണ്ടത് എൻ്റെ സമ്പത്ത്, ഇതാണ് എൻ്റെ ധനം, ഇതാണ് എൻ്റെ സമ്പത്ത്. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ല, യേശു മാത്രം. ആ സമ്പത്തിനെക്കുറിച്ച് ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത്. രണ്ടുപേര് ദേവാലയത്തിലേക്ക് പോയപ്പോൾ ഒരുത്തൻ ഭിക്ഷ ചോദിച്ചു, മുടന്തൻ. ആരാ പോയേ? ആരാ? പത്രോസ്, യോഹന്നാൻ. നോക്കിയ രണ്ടുപേരുടെ ഒരുമിച്ച് പോകുന്നു. നമ്മുടെ പള്ളിയിലോട്ടും ആളുകൾ എങ്ങനെ വരണം? ഒരുമിച്ച് വരണം. രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ രണ്ടുപേരോടും ഭിക്ഷ ചോദിക്കുക. രണ്ടുപേർക്കും വേണ്ടി ഒരാൾ മറുപടി പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരിക, നസ്രയനായ യേശുവിൻ. അതാണ് എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അപ്പോസ്തലന്മാരുടെ വാക്കാണ് എൻ്റെ സമ്പത്ത് ക്രിസ്തുവാണ്. സഹോദരങ്ങളെ, എലീശയുടെ ധനം, എലീശയുടെ സമ്പത്തിതാണ്. ദൈവവിഷയമായി സമ്പന്നനാവാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ. ഇന്ന് നാം ലോകത്ത് കാണുന്ന മഹാഭൂരിപക്ഷം ആളുകളും അതാണ്. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ. ഞാൻ അവസാന ഭാഗത്തേക്ക് വരിക. എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നയമാൻ തീർന്നു. നമ്മൾ വലിയവരാണെന്നും നമുക്കുള്ളതിന് വലിപ്പമുണ്ടെന്നും വിചാരിച്ച് ചെല്ലുമ്പോൾ അതിന് വിലയില്ലാതെ പോയാൽ നമ്മൾ ഇത് വേണ്ടെന്ന് പറഞ്ഞ ഉടനെ നയമാൻ എലീശയോട് പറഞ്ഞു, എനിക്കൊരു ശകലം മണ്ണ് വേണം. നീ നിൽക്കുന്ന ഇടത്ത് നിന്ന് അല്പം മണ്ണെടുത്ത് എനിക്ക് തരണം. ആ മണ്ണ് ഞാൻ കൊണ്ടുപോയി എൻ്റെ ദേശത്ത് വിരിച്ച് അതിൽ നിന്നുകൊണ്ട് നിൻ്റെ ദൈവത്തെ ആരാധിക്കും. ആ മണ്ണ് കൊണ്ടുപോയി വിരിച്ച് അതിൽ നിന്നുകൊണ്ട് നിൻ്റെ ദൈവത്തെ ആരാധിക്കും. നയമാൻ ഒരു പുതിയ പരിപാടി തുടങ്ങുക. എന്താ? നിൻ്റെ ദൈവത്തെ, ആരുടെ? എലീശയുടെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുക. നയമാൻ ഇറങ്ങി തിരിച്ചത് എന്തിനാ? സൗഖ്യത്തിന്. ആര് സൗഖ്യം കൊടുക്കുമെന്നാണ് വിചാരിച്ചേ? എലീശ. എലീശ എന്താ പറഞ്ഞേ?
യോർദാനിലോട്ട് പോകും. യോർദാനിലോട്ട് പോയപ്പോൾ നയമാൻ വിചാരിച്ചു യോർദാനിലെ വെള്ളമാണ്. യോർദാനിൽ നിന്ന് പൊങ്ങിയപ്പോൾ നയമാൻ പറഞ്ഞു എലീസയാണ് സൗഖ്യം നൽകി. നയമാൻ എലീസയുടെ അടുത്ത് എലീസ സമ്മാനം മേടിക്കാതിരുന്നപ്പം നയമാൻ അറിഞ്ഞു അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. യഥാർത്ഥ കാരണത്തെ ആർക്ക് മനസ്സിലായി? നയമാന് മനസ്സിലായി. സഹോദരങ്ങളെ, എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മുമ്പിലൊക്കെ നിൽക്കുന്ന ദൈവപുരുഷന്മാർ, അവരിലൂടെ നമ്മൾ പരിചയപ്പെടണം. എന്തിനെ? യഥാർത്ഥ കാരണത്തെ. നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് ആരെ ആരാധിക്കുന്നത്? ഈ ദൈവഭക്തരിലൂടെ, ഈ ദൈവപുരുഷന്മാരിലൂടെ ഒരു പുതിയ ആരാധന തുടങ്ങുകയാണ്. അതിന് പുറകിൽ അവരിലൂടെ പരിചയപ്പെടുന്ന, അവർ പരിചയപ്പെടുത്തുന്ന, അവരിലൂടെ അനുഭവേദ്യമാകുന്ന ദൈവശക്തിയുടെ കാരണക്കാരനെ ആരാധിക്കാൻ തുടങ്ങുകയാണ്. അത് സാധ്യമാകുന്നില്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന പരാജയമാണ്. അത് സാധ്യമാകുന്നില്ലെങ്കിൽ പിതാക്കന്മാർ ലക്ഷ്യമിട്ട മധ്യസ്ഥ പ്രാർത്ഥനയുടെ ലക്ഷ്യം അപ്രസക്തമാവുകയാണ്. വിശുദ്ധന്മാരിലൂടെ അവർ വിശുദ്ധരായിരിക്കുന്നതിൻ്റെയും അവർ ശക്തരായിരിക്കുന്നതിൻ്റെയും അവരിലൂടെ സൗഖ്യമോ അനുഗ്രഹങ്ങളോ പ്രവഹിക്കുന്നതിൻ്റെയും പിന്നിലെ കാരണമെന്താണ് എന്നന്വേഷിച്ചൊരു യാത്ര. ആ കാരണത്തെ കണ്ടെത്തി കഴിയുമ്പോൾ എലീസയെ കണ്ടെത്തിയാൽ സമ്മാനം കൊടുത്ത് അവസാനിക്കും, അല്ലേ? എലീസയെ കണ്ടെത്തിയാൽ സമ്മാനം കൊടുത്ത് അവസാനിക്കും. ഞാനിത് പറയുന്നതിൽ ക്ഷമിക്കണം, അത് പലപ്പോഴും നമ്മുടെ ധാരണകളെ തിരുത്തേണ്ടതാണ്. എലീസയെ കണ്ടാൽ സമ്മാനം കൊടുത്ത് അവസാനിക്കും. മെഴുകുതിരി കത്തിച്ച് എണ്ണയൊഴിച്ച് നേർച്ചകൾ അർപ്പിച്ച് അവസാനിക്കും. എന്നാൽ എലീസയുടെ പിന്നിലെ കാരണത്തെ കണ്ടാൽ എന്തു തുടങ്ങും? ആരാധന തുടങ്ങും. അവിടെയാണ് കൊണ്ടുവന്ന പൊന്നും വെള്ളിയും വസ്ത്രങ്ങളും ഒന്നുമല്ലാത്തതാണെന്ന് തോന്നുന്നത്. ഏത് BMW ചെന്നാലും, ഏത് വാഹനത്തിൽ എത്ര ആർഭാടമുള്ളവനായിട്ട് ചെന്നാലും, ആ കബറിങ്കൽ ചെന്ന് അവിടെ നിന്ന് അനുഗ്രഹങ്ങളെ കൈപ്പറ്റി അതിൻ്റെ പിന്നിലെ കാരണത്തെ അറിയുമ്പോൾ അവിടുന്ന് ഒരു ശകലം മണ്ണെടുത്തോണ്ട്, പരിമലയിൽ നിന്ന് മണ്ണ് വാരുന്ന കാര്യമല്ല ഞാനീ പറഞ്ഞു. ഇതല്ലേ യഥാർത്ഥം. നയമാൻ ആരാധന തുടങ്ങി. എനിക്കൊന്ന് ആരാധിക്കണം നിൻ്റെ മണ്ണിൽ നിന്ന് നിൻ്റെ ദൈവത്തെ, അതിനൊരല്പം മണ്ണ് തരണം. ഈ മനുഷ്യൻ എത്ര ചെറുതായെന്ന് നോക്കി. ഇതാ വിനയം. ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യൻ്റെ വിനയം ഇതാ, താഴ്മ ഇതാണ്. നമുക്കൊക്കെ താഴാനൊക്കാത്തത് അറിയാത്തത് കൊണ്ടാണ്. എലീസ അപ്പോഴാ പറഞ്ഞേ, മോനെ സമാധാനത്തോടെ പൊക്കോ. ഇത്ര നേരം എന്നാ പറയാഞ്ഞ്? ഈ സമ്മാനവും കൊണ്ട് വന്നപ്പോൾ എലീസയ്ക്ക് എനിക്ക് വേണ്ട, നീ സമാധാനത്തോടെ പൊക്കോ എന്ന് പറയാഞ്ഞതെന്താ? ഇവിടെയാണ് സഹോദരങ്ങളെ സമാധാനം ആരംഭിക്കുന്നത്. കാരണം തിരിച്ചറിഞ്ഞ് ആരാധന തുടങ്ങുമ്പോൾ സമാധാനം ജീവിതത്തിലേക്ക് വരിക. കുറുക്കു വഴികളില്ലിവിടെ. എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടാം, പക്ഷേ അതിന് ശാശ്വത അല്ലെങ്കിൽ സ്ഥായി ഭാവമില്ല. ഒരു സംശയമില്ല. നമുക്ക് രോഗസൗഖ്യം കിട്ടിയുകൊണ്ട് മനസ്സമാധാനം ഉണ്ടാകണമെന്നുണ്ട്. ഉണ്ടോ? എത്ര ക്യാൻസർ മാറിയ ആളുകൾ അസമാധാനത്തിൽ, അസംതൃപ്തിയിൽ, അസന്തുഷ്ടിയിൽ കഴിയുന്നു, സ്വസ്ഥതയില്ലാതെ കഴിയുന്നു. എത്ര പേർ ഏതെല്ലാം തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് കൈപ്പറ്റിയ സമാധാനമില്ല. സമാധാനം ഉണ്ടാവണമെങ്കിൽ അറിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങണം. അതാണ് പാട്ട് ഇങ്ങനെ പാടുന്നത്, ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ കാര്യം പറയത്തില്ലേ. അറിഞ്ഞ് ആരാധിക്കണം, ചടങ്ങായിട്ടല്ല. തുടങ്ങിയിടത്തേക്ക് ഞാൻ തിരിച്ചു വരിക. നേരത്തെ വരണമെങ്കിൽ, കൃത്യമായി ആരാധിക്കാൻ കഴിയണമെങ്കിൽ, ഭംഗിയായി ആരാധന നിർവഹിക്കണമെങ്കിൽ അറിഞ്ഞ് ആരാധിക്കണം, അറിഞ്ഞ് ആരാധിക്കണം. ഇന്ന് പലപ്പോഴും കാണുന്ന ഒരു പ്രവണത, ചെറുപ്പക്കാരിലൊക്കെ ഒരു 40-45 വയസ്സാകുമ്പോൾ അവർ പ്രാർത്ഥന തുടങ്ങും. എന്താ കാര്യം എന്നറിയാം? അന്നേരം കുഞ്ഞുങ്ങൾക്കൊരു 10, 13, 14 വയസ്സാവും. പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പം പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല, യൗവനത്തിൽ പ്രാർത്ഥിച്ചില്ല. അന്നൊക്കെ പള്ളിക്കകത്ത് കയറത്തില്ലായിരുന്നു. ഇപ്പം ഇവനും ഭാര്യയും കൊച്ചുമായിട്ട് കുരിശും തൊട്ടി പോവുക, നേർച്ച നേരുക, എണ്ണയൊഴിക്കുക. സത്യത്തിൽ നേർച്ച ആവശ്യമില്ലാത്തതാണ്. പല പള്ളിയും പിടിച്ചു നിൽക്കുന്നത് നേർച്ചയുള്ളതുകൊണ്ടാണ്. അതിനേക്കാൾ സങ്കടം നേരുന്നത് മുഴുവൻ വലിയ പള്ളികൾക്കും ഉള്ള പള്ളികൾക്കുമാണ്.
നിങ്ങൾ നേരുന്നെങ്കിൽ അവനവൻ്റെ പള്ളിക്ക് നേരെ, അവിടെയെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ. നേർച്ച ആവശ്യമില്ലാത്തതെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? കൊടുക്കേണ്ടത് കൊടുത്താൽ പിന്നെ നേർച്ചയുടെ ആവശ്യം, കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ടാണ് നേർന്ന് കൊടുക്കേണ്ടി വരുന്നത്. കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ടാണ് ആദ്യ ഫലം അവനുള്ളത്, ദശാംശം അവനുള്ളത്. ഇതൊന്നും ചെയ്യത്തില്ല, എന്നിട്ട് നേരുകയാണ് 9 തിരിയും 10 കിലോ വെളിച്ചെണ്ണയും. സഹോദരങ്ങളെ കൊടുത്തോ? കൊടുക്കുന്നതിനെതിരല്ല പറഞ്ഞു, നേരാതെ നിവർത്തിക്കുന്നതാണ്. നേർന്നാൽ നിവർത്തിക്കണം, മസ്റ്റാണ്. നേരാതെ കൊടുക്കുന്നതാണ് ആത്മാർത്ഥത. എന്നിട്ട് നേർന്നവരുടെ പലരുടെയും മനസ്ഥിതി, തമ്പുരാനെ നേർന്നു പോയല്ലോ. ഈ മനസ്സ് വരെ ആര് കാണുന്നുണ്ട്? ഉപസംഹരിക്കുക, സമാധാനത്തോടെ പൊക്കോ. ഇതൊന്നും പ്രതീക്ഷിച്ച് പോയതല്ല. കാരണം കണ്ടെത്തി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ സമാധാനം കിട്ടി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യാത്ര വേദനയിൽ തുടങ്ങുന്ന യാത്ര, സൗഖ്യത്തിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള യാത്ര, എത്തി നിൽക്കേണ്ടത് സൗഖ്യം കിട്ടിയെന്നുള്ളതിൽ അവസാനിക്കുന്നതല്ല, അതിൻ്റെ കാരണങ്ങളിലേക്ക്. അത് അമ്മയുടെ മധ്യസ്ഥതയാകാം, അത് പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയാകാം, അത് മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥതയാകാം. അതിൻ്റെ അപ്പുറത്തേക്കൊരു കാരണത്തിലേക്ക് എത്തുമ്പോൾ തുടങ്ങുകയായി അമ്മയുടെ ദൈവത്തെ ആരാധിക്കുവാൻ. മാർത്തോമാ ശ്ലീഹായുടെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവവുമേ എന്ന് പറഞ്ഞവനെ ആരാധിക്കുവാനുള്ള തുടക്കം. ആ ആരാധനയിലാണ് സൗഖ്യത്തിൻ്റെ കൃപ, സമാധാനത്തിൻ്റെ കൃപ അനുഭവിക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ ആരാധനയ്ക്ക് കൂടുന്ന ആളുകളോടാണ് ആരാധനയിൽ ഇടയ്ക്കിടയ്ക്ക്, നിങ്ങൾക്കെല്ലാവർക്കും ഇതില്ലാത്തവർക്കത് മനസ്സിലാവത്തില്ല, ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്ര. ഈ സമാധാനം ആസ്വദിക്കുവാൻ ഈ നോമ്പിൽ തമ്പുരാൻ കൃപ തരട്ടെ. പുനരുത്ഥാനത്തിൻ്റെ വലിയ ആഹ്വാനമാണ് സമാധാനം. ആ സമാധാനത്തിലേക്ക് ഈ യാത്ര നമ്മെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് ഈ അച്ഛന്മാരോടും നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ചതിൽ നിങ്ങൾ ഓരോരുത്തരോടും ഗായക സംഘം അവരുടെ കർത്തവ്യം ഭംഗിയായി നിർവഹിച്ച് ഈ ശുശ്രൂഷയെ ധന്യമാക്കിയതിൽ അവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കും.